ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് എടുത്തു പോകാൻ പറ്റും. ലാസ്റ്റ് ഏതാ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ബയോ മോളിക്യൂൾ അല്ലെ? ബയോ മോളിക്യൂളിൽ എവിടെ വരെ എടുത്തു? എവിടെ വരെ എടുത്തു? എൻസൈംസ് കഴിഞ്ഞു, വൈറ്റമിൻസ് കഴിഞ്ഞു. ഇന്ന് എടുക്കാൻ പോകുന്നത് എന്താ? DNA ആൻഡ് RNA കേട്ടോ. ഓർത്ത് നോക്കാം. ന്യൂക്ലിക് ആസിഡ് ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ന്യൂക്ലിക് ആസിഡ് ആ കണ്ടന്റ് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആകെ 25 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഇൻഡിവിജ്വലി നമുക്ക് പഠിച്ചു തുടങ്ങണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇനിയുള്ള 2 ചാപ്റ്റർ വിത്ത് സ്റ്റഡി ആയിട്ടാണ് പോകേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ റിവിഷൻ തുടങ്ങുന്നത് ഏത് തന്നെയാ? ഇനി എടുക്കുന്ന ഇപ്പൊ ബയോമോളിക്യൂൾസ്, അത് കഴിഞ്ഞാൽ D&F, ദെൻ കോർഡിനേഷൻ കോമ്പൗണ്ട്, 3 ചാപ്റ്റർ പെൻഡിംഗ് ഉള്ളൂ. അപ്പൊ അതിന്റെ എന്താണ് വിത്ത് ക്വസ്റ്റ്യൻ അടക്കം ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു തന്നെ പോകും കേട്ടോ. ഓർത്ത് നോക്കാം ഈ മാസം മുതൽ. ഓക്കെ, അപ്പോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഇതിൽ വരുമ്പോൾ 2 എണ്ണമാണ് ന്യൂക്ലിക് ആസിഡ്. ഏതൊക്കെയാ വരുന്നത്? DNA ആൻഡ് RNA. ടോട്ടൽ ആ കണ്ടന്റ് ഒന്ന് പറയാം. DNA-യും RNA-യും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്നുള്ള രീതിയിലാണ് ഒരു ടേബിൾ ആണ് ഫസ്റ്റ് ഇടുന്നത്. അതിനു മുമ്പ് DNA എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും? ജനറ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ? ട്രാൻസ്ഫർ ഓഫ് ഹെറിഡിറ്റി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതാണ് DNA. DNA-യുടെ ഫുൾ ഫോം എന്താ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ? ഓക്കെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇത് കഴിഞ്ഞിട്ട് RNA അല്ലെ? RNA-യുടെയും ഇതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും നമ്മൾ ഡിഫറൻസ് എടുക്കും. ആ ഡിഫറൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതിന്റെ വരുന്ന സ്ട്രക്ചർ ആണ് അല്ലെ? നമ്മൾ എന്താ ശരിക്കും ബയോളജി അല്ലല്ലോ, കെമിസ്ട്രി ആണ്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ കെമിക്കൽ കോമ്പോസിഷനിലേക്കാണ് വരുന്നത്. ആ DNA എന്ന് പറയുന്ന സമയത്ത് നോർമലി അതില് പെൻഡോസ് ഷുഗർ ഉണ്ടാവും, അതിലേക്ക് ബേസസ് ഉണ്ടാവും. എത്ര ബേസസുകളാണ് DNA-യിൽ വരുന്നത്? എന്തൊക്കെയായിരുന്നു? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ RNA-യിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്തായിരുന്നു? തൈമിന് പകരം എന്ത് വരും? യുറാസിൽ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ രണ്ടിന്റെയും ഡിഫറൻസ് ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ദെൻ DNA ഡബിൾ സ്ട്രാൻഡേർഡ് ആണ്, RNA എന്താണ്? സിംഗിൾ സ്ട്രാൻഡേർഡ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ഈ DNA-യും RNA-യും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒക്കെ എഴുതും. അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് DNA-നെ കുറിച്ചാണ്. DNA, അപ്പൊ ആ DNA-യുടെ ഉള്ളിലേക്ക് വരണം അല്ലെ? DNA എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് എടുക്കുന്ന സമയത്ത് അവര് ആദ്യം കുറച്ച് ടേമുകൾ പറയുന്നുണ്ട്. അവിടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ലിങ്ക് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഒരു എക്സാമ്പിൾ പറയാം. കാർബോഹൈഡ്രേറ്റിലെ ഡാഷ് ലിങ്കേജ് ആയിരുന്നു. കാർബോഹൈഡ്രേറ്റിലെ ഡാഷ് ലിങ്കേജ് ആയിരുന്നു ഗ്ലൈക്കോസിലിക് ലിങ്കേജ്. പ്രോട്ടീനിലെ ഡാഷ് ആയിരുന്നു പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ പെപ്റ്റൈഡ് ലിങ്കേജ് അല്ലെ? ഓർത്ത് വെക്കാം. അതുപോലെ DNA ആൻഡ് RNA-യിൽ ഡാഷ് ലിങ്കേജ് ആണ്. DNA ആൻഡ് RNA-യിൽ ഡാഷ് ലിങ്കേജ് ആണ്. അല്ല, ഹൈഡ്രജൻ ബോണ്ട് എവിടെയാ വന്നേ? അതും കൂടി പറയാം. ഹൈഡ്രജൻ ബോണ്ട് എവിടെയാണ് മെയിൻ ആയിട്ട്? ഒരു 2 നൈട്രജൻ ബേസിൽ എവിടെയായിരുന്നു അത്? ആൽഫ ഹെലിക്സ് സെക്കൻഡറി സ്ട്രക്ചർ അല്ലെ? അതിൽ ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ. അതിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് വരുന്നത്. പിന്നെ രണ്ടാമത് ആ ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ കിടക്കുന്ന വേർഡ് ഡീനേച്ചറേഷൻ ആണ്. ഡീനേച്ചറേഷൻ വരുമ്പോൾ എന്തോരും അല്ലെ? ഓർത്ത് വെക്കാം. ഡീനേച്ചറേഷൻ വരുമ്പോൾ എന്തോരും? ആ ബോണ്ട് അല്ലെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു എഗ്ഗിന്റെ അല്ലെ വാട്ടറൊക്കെ എന്തായി മാറും? ഹൈഡ്രജൻ ബോണ്ടായിട്ട് വരും കേട്ടോ. ഓർത്ത് വെക്കാം. ആ ബോണ്ട് എന്ത് ചെയ്യും? ഡിസ്റ്റർബ്ഡ് ആവും, അൺകോയിൽ ആവും എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ കേട്ടോ. ഓർത്ത് വെക്കാം. ഇവിടെ വരുന്ന ലിങ്കേജ് എന്താണ്? എസ്റ്റർ. എന്തായിരുന്നു? ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് കേട്ടോ. ഓർത്ത് വെക്കാം. ന്യൂക്ലിക് ആസിഡ് വരുന്ന ലിങ്കേജ് ഏതായിരുന്നു? ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ്. ഓർത്ത് വെക്കാം. അങ്ങനെ വരുമ്പോ ആ DNA-യുടെ ഉള്ളിലേക്ക് വരുമ്പോ DNA-യിൽ ഒരു പറയുന്നതാണ് അത് ഡബിൾ സ്ട്രാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. അതില് ന്യൂക്ലിയോടൈഡ് ഉണ്ട്, ന്യൂക്ലിയോസൈഡ് ഉണ്ട്, ദെൻ ഡൈന്യൂക്ലിയോടൈഡ് ഉണ്ട്, അതുപോലെ എന്താണ്? DNA ഉണ്ട്. അപ്പൊ DNA-യുടെ സ്ട്രക്ചർ ആണ് അതിൽ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ടേമുകൾ എന്ന് പറഞ്ഞേ ന്യൂക്ലിയോസൈഡ്, പിന്നെന്തായിരുന്നു വരുന്നത്? ന്യൂക്ലിയോടൈഡ്, പിന്നെന്തായിരുന്നു? ഡൈന്യൂക്ലിയോടൈഡ്. അങ്ങനെ കുറെ പോളി ന്യൂക്ലിയോടൈഡുകൾ ആകുമ്പോൾ അത് DNA-യിലേക്ക് കയറി വരും. അപ്പൊ സ്ട്രക്ചർ ഓഫ് DNA വരും. അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA അല്ലെ? ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞ മെയിൻ ടോപ്പിക് എന്ത് വരും? സ്ട്രക്ചർ ഓഫ് DNA വരും കേട്ടോ. ഓർത്ത് വെക്കാം. ദെൻ സ്ട്രക്ചർ ഓഫ് DNA കഴിഞ്ഞ പിന്നെ ഒരു കുഞ്ഞു ടോപ്പിക് ഉള്ളൂ. എന്താണ്? RNA-യുടെ ഫംഗ്ഷൻ. എന്തൊക്കെയാ ടൈപ്പ് ഓഫ് RNA ഉണ്ട്? mRNA എന്ന് പറഞ്ഞാൽ എന്താ? മെസ്സഞ്ചർ RNA. tRNA എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ RNA അല്ലെ? ഓർത്ത് വെക്കാം. അങ്ങനെ വരുന്ന RNAs-കൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താണ്? ആക്ച്വലി ഒരു DNA എന്തോ ഒരു കുഴപ്പമില്ല ഓഫ് ആക്കിയോ കേട്ടോ. ഓർത്ത് വെക്കാം.
ആ നെറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അറ്റൻഡീവ് ആവാനാണ് ഈ പറയണേ കേട്ടോ, ഓർത്ത് വെക്കാം കേട്ടോ. ഈ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേട്ടോ ഓർത്ത് വെക്കാം, അറ്റൻഡീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. രണ്ട് കാരണങ്ങൾ കൊണ്ടോ അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് പിടിക്കാറില്ല. ഒന്ന്, ഈ സിഗ്നലിൽ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇത് ഓപ്പൺ ആക്കി വെക്കുമ്പോഴുള്ള ഇഷ്യൂ, നിങ്ങളുടെ സ്ട്രെങ്ത് എനിക്കറിയില്ല. നമ്മളിവിടെ ആണെങ്കിൽ അത് ഫൈബറിന്റെ ഇതായിട്ടാണ് വെക്കുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അതുകൊണ്ടാണ് ഈ കുഴപ്പമില്ല കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് കഴിയും പോർഷൻ കഴിയുമ്പോൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ ശരിയാക്കും കേട്ടോ, ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അതിന്റെ ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. ന്യൂക്ലിക് ആസിഡ് എന്ന് ഹെഡിങ് എഴുതി വെക്കുക. ഒരു ടേം എഴുതി വെച്ചു കേട്ടോ, ഓർത്ത് വെക്കുക. ഒരു ടേം ഹെറിഡിറ്റി. ഹെറിഡിറ്റി അത് കഴിഞ്ഞിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA എഴുതാനാണ്. ഫസ്റ്റ് ഒരു ടേം ആണ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി ഹൈഫൺ കേട്ടോ. ഹെറിഡിറ്റിയുടെ ഡെഫിനിഷൻ എഴുതാണ്. ന്യൂക്ലിയസ് ഓഫ് എ ലിവിംഗ് സെൽ, ന്യൂക്ലിയസ് ഓഫ് എ ലിവിംഗ് സെൽ, ന്യൂക്ലിയസ് ഓഫ് എ ലിവിംഗ് സെൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി, nucleus of a living cell is responsible for transmission of inherited character, transmission of inherited character, inherent character, also called heredity, also called heredity. ആ ടേം എന്താന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓൾസോ ഹെറിഡിറ്റി. അപ്പൊ ഹെറിഡിറ്റിയുടെ ഡെഫിനിഷൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം കേട്ടോ. ആ ഹെറിഡിറ്റിനെ റെസ്പോൺസീവ് ചെയ്യുന്ന ആരാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ദ പാർട്ടിക്കിൾ ഇൻ ന്യൂക്ലിയസ് ഓഫ് ദി സെൽ, the particle in nucleus of the cell responsible for heredity, the particle in nucleus of the cell responsible for heredity are called chromosome. The particle in nucleus of the cell responsible for heredity are called chromosome, are called chromosome, which are made up of protein, which are made up of protein, which are made up of proteins and another type of biomolecule, and another type of biomolecule, and another type of biomolecule called nucleus, sorry nucleic acid, called nucleic acid. ന്യൂക്ലിക് ആസിഡ് അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ടേം ഹെറിഡിറ്റി, സെക്കൻഡ് ടേം എന്താണ് ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻ ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾ കോൾഡ് ന്യൂക്ലിക് ആസിഡ്. ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം. ന്യൂക്ലിക് ആസിഡ് മെയിൻലി ടു ടൈപ്പ്, nucleic acid mainly two type, hyphen ഏതൊക്കെയായിരിക്കും DNA and RNA, DNA and RNA, DNA and RNA. ഇനി നമ്മൾ അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് ഫങ്ഷണൽ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. അപ്പൊ അത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഒരു ടേബിൾ ആക്കി DNA ആൻഡ് RNA എഴുതി വെക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് DNA ആൻഡ് RNA ക്ലിയർ ആയിട്ട് എഴുതി വെക്കാം. DNA ആൻഡ് RNA കേട്ടോ, ടേബിൾ ആക്കി വെക്കാം കേട്ടോ. DNA ആൻഡ് RNA.
ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ടേബിൾ ആക്കണം കേട്ടോ. DNA RNA ചോദിച്ചു മോനെ വരാൻ. ആ ഏത് ഫാനാ? ഇത് ഇതിലടിക്കാന്നുണ്ടല്ലോ. ആ ഫാനാണ് അത്. DNA ആൻഡ് RNA. DNA അല്ലെ, DNA ഫസ്റ്റ് പോയിന്റ് ഒന്ന് എഴുതി വെക്കുക. അതിന്റെ ഡെഫിനിഷൻ ആണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. RNA എന്തായിരിക്കും? റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ഫസ്റ്റ് പോയിന്റ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡെഫിനിഷൻ തന്നെ ഒരു പോയിന്റ് ആക്കാം നമുക്ക്. RNA എന്തായിരിക്കും? റൈബോ ന്യൂക്ലിക് ആസിഡ്. റൈബോ ന്യൂക്ലിക് ആസിഡ്. Then second point എഴുതി വെക്കുക, ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ. ഇവിടെ എന്തായിരിക്കും? സിംഗിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ. ഡബിൾ സ്ട്രാൻഡഡ് ആണ് DNA. RNA എന്തായിരിക്കും? സിംഗിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ. DNA അവിടെ എഴുതി വെക്കുക ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ. RNA എന്തായിരിക്കും? സിംഗിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ. Then third point, DNA containing bases. DNA containing bases. DNA containing bases. ഏതൊക്കെയായിരിക്കും? അഡിനിൻ. ഓരോന്നായിട്ട് കേട്ടോ, വൺ ആയിട്ട് എഴുതാം. അഡിനിൻ. സെക്കൻഡ് എന്തായിരുന്നു? ഗ്വാനിൻ. അഡിനിൻ, ഗ്വാനിൻ. തേർഡ് വരുന്നത് സൈറ്റോസിൻ. സൈറ്റോസിൻ, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഫോർത്ത് എന്തായിരുന്നു? തൈമിൻ. കേട്ടോ, ഓർത്ത് വെക്കാം. ഫോർത്ത് തൈമിൻ. THYMIN ആണ് കേട്ടോ, തൈമിൻ. തയാമിൻ എന്ന് പറഞ്ഞ വേറൊരാളുണ്ട് കേട്ടോ, ഓർത്ത് വെക്കാം. ഓക്കെ, തൈമിനാണ് THYMIN, തൈമിൻ. ഇനി RNA കണ്ടെയ്നിങ് ബേസസ് ഏതൊക്കെയായിരിക്കും? ആദ്യത്തേക്ക് അതുപോലെ തന്നെ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഫോർത്തിൽ മാത്രം എന്ത് വ്യത്യാസം വരും? യുറാസിൻ. കേട്ടോ, ഓർത്ത് വെക്കാം. RNA കണ്ടെയ്നിങ് ബേസസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൻ. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൻ. Then 3 points ആയി. ഫോർത്ത് പോയിന്റ് അതിന്റെ ഫംഗ്ഷൻ ആണ്. DNA ഫംഗ്ഷൻ എന്തായിരുന്നു? DNA ഫംഗ്ഷൻ എഴുതിയാണ്. ദേ ട്രാൻസ്മിറ്റ് ഹെറിഡിറ്റി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. DNA അവിടെ എഴുതി വെക്കുക ദേ ട്രാൻസ്മിറ്റ് ഹെറിഡിറ്റി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. They transmit heredity from generation to generation. DNA കേട്ടോ, they transmit heredity from generation to generation. RNA മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷനുകളിൽ ഒന്ന്, കുറെ ടൈപ്പ് ഓഫ് RNA ഉണ്ട്. അതിലെന്താണ്? പ്രോട്ടീൻ സിന്തസിസ്. RNA അവിടെ എഴുതി വെക്കുക പ്രോട്ടീൻ സിന്തസിസ്. ഇപ്പൊ DNAയും RNAയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. RNA പ്രോട്ടീൻ സിന്തസിസ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഈ ഇത്രയും വരെ വരുന്ന സ്ട്രക്ചറൽ ഡിഫറൻസിൽ വരാം. ഫംഗ്ഷണൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കേട്ടോ, ഓർത്ത് നോക്കാം. ഡിഫറൻസ് ചോദിച്ചാൽ എല്ലാവരും എഴുതാൻ നോക്കുന്ന അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ, ഓർത്ത് നോക്കുക. എന്ത് ഡിഫറൻസ് ചോദിച്ചാലും ഇത് ഒരുമിച്ച് എഴുതാൻ നോക്കുക പരമാവധി കേട്ടോ. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് ആ ഒരു ഏരിയ ആണ്. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് structure of nucleic acid. Next heading, structure of nucleic acid. Structure of nucleic acid. Structure of nucleic acid.
Structure of nucleic acid. അതിലെ ഫസ്റ്റ് ടേം ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ് NUCLEOSIDE ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡിന്റെ ഡെഫിനിഷൻ ആണ് എഴുതുന്നത്. ഫസ്റ്റ് പോയിന്റ് ഹൈഫൻ എഴുതി വെക്കാം. A unit formed by the attachment of a base. A unit formed by the attachment of a base to first position of sugar. Is known as nucleoside. A unit formed by the attachment of a base to first position of sugar is known as nucleoside. ന്യൂക്ലിയോസൈഡ് കഴിഞ്ഞാൽ അടുത്ത ടേം വരുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ് നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കുക. ന്യൂക്ലിയോടൈഡ് ഹൈഫൺ എഴുതി വെക്കുക. when nucleoside is linked to phosphoric acid at fifth position of sugar. When nucleoside is linked to phosphoric acid at fifth position of sugar to form nucleotide. ഓർത്ത് വെക്കാം. ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ ന്യൂക്ലിയോസൈഡിന്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ബേസ് പ്ലസ് ഷുഗർ. ന്യൂക്ലിയോസൈഡിലെ SIDE അവിടെ പെട്ടെന്ന് വാട്ട് യു മീൻ ന്യൂക്ലിയോസൈഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ വേർഡിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ബേസ് പ്ലസ് ഷുഗർ. ബേസ് നമ്മൾ പഠിച്ചു അല്ലെ, അതിനോടൊപ്പം ഒരു ഷുഗർ ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോടൈഡ് എന്തായിരിക്കും? ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ് കേട്ടോ. ഓർത്ത് നോക്കുക. ന്യൂക്ലിയോടൈഡിന്റെ അവിടെ എഴുതി വെക്കുക ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. കിട്ടിയോ? ഓക്കെ അല്ലെ? ഓർത്ത് വെക്കാം. ഇനി ഒരു ടേം കൂടിയുണ്ട് ഡൈന്യൂക്ലിയോടൈഡ്. തേർഡ് ടേം ഡൈന്യൂക്ലിയോടൈഡ്. എഴുതി വെക്കുക. Nucleotides are joined together by phosphodiester linkage. Phosphodiester linkage between fifth and third carbon atom of the pentose sugar to form dinucleotide. Pentose sugar കേട്ടോ. To form dinucleotide. ഇനി ഇതെന്താണ് കേട്ടോ? ഓർത്ത് നോക്കുക. ഇത് പഠിക്കുമ്പോൾ ആദ്യം ഇത് എന്തിനു പഠിക്കുന്നു അല്ലെ, ഇതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ കിട്ടില്ല. നിങ്ങളിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 23 pairs എന്ന് പറഞ്ഞാൽ എന്താണ്? 46 ക്രോമസോം ഉണ്ട്, 23 പെയർ ആണ്.
23 പെയർ ആണ്, 46 ക്രോമസോം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജി ഉള്ള കുറെ ആൾക്കാരുണ്ട്, ഓർത്ത് നോക്കാം. ഈ 46 ക്രോമസോമിൽ നിങ്ങളുടെ നേച്ചർ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. ഇനി അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇന്ന് ഹാഫും മദറിൽ നിന്ന് ഹാഫും എടുത്തിട്ട് ഒരു പുതിയൊരു കോമ്പിനേഷനിലേക്ക് വരുന്നു, അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഈ ഓരോ ക്രോമസോമിലും നിങ്ങളുടെ ഹെയറിന്റെ നേച്ചർ, കണ്ണിന്റെ നേച്ചർ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറെ നാളായിട്ട് വരുന്ന വേൾഡിലെ ഏറ്റവും വലിയൊരു പ്രൊജക്ടിന്റെ പേരാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് അല്ലെ, ഓർത്ത് നോക്കുക. ഏകദേശം 10,000 crore ഇനീഷ്യലി ഇത് ചെയ്തിട്ടാണ് അത് അല്ലെ, ഓർത്ത് നോക്കാം. 9 million. അപ്പോൾ അത്രയ്ക്കധികം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പല രാജ്യങ്ങളും കൂടിയാണ് ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്. അതിന്റെ പർപ്പസ് എന്താണ്? ജീൻ എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന മെഡിക്കൽ സിസ്റ്റം അല്ല. ഇപ്പൊ ഇയാൾ പാരസെറ്റാമോൾ കഴിക്കുന്നു അല്ലെ, മെഡിസിൻസ് വെച്ച് ഡോക്ടർ കൊടുക്കുന്നു വരുന്നത് അല്ലെ. നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് നാൾ മുമ്പ് സുന്ദർപ്പിച്ച ഒരു സാധനമൊക്കെ കാണിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? സുന്ദർപ്പിച്ചനെ കണ്ടല്ലേ ദൈവമേ, ഒരു കണ്ണിന്റെ ഇത് എഴുതിയിട്ട് കണ്ടാരെങ്കിലും? കണ്ണിന്റെ വലിയൊരു റെറ്റിനയുടെ അത് വെച്ചിട്ട് അതിലുള്ള ഇതനുസരിച്ചിട്ട് അസുഖങ്ങൾ കണ്ടെത്തുന്നൊരു കൺസെപ്റ്റൊക്കെ കണ്ടില്ല? കേട്ടോ, നോക്ക് കേട്ടോ, സയൻസ് പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ ഉപകാരം വേണ്ടേ? കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ എന്ത് പറ്റും? ഇയാൾക്ക് കൊടുക്കുന്ന പാരസെറ്റാമോൾ മോളിക്യൂൾ ഇയാളുടെ ഹ്യൂമൻ ജീനോം ഇതിന് കറക്റ്റ് ആണോ എന്നുള്ള രീതിയിലേക്ക് ഒരു അസസ് ചെയ്ത് ക്ലിയർ ചെയ്യും. സ്റ്റെം സെൽസ് അറിയാലോ, ഓർത്ത് നോക്കുക അല്ലേ, ഓർത്ത് നോക്കുക. സ്റ്റെം സെൽസ് എൻ്റെ ഇതും കൂടി വരണ സമയത്ത്, ഇപ്പോൾ എൻ്റെ മൂത്ത മോൻ വൈഫ് ഡെലിവറി ആവുന്ന സമയത്ത് അവിടുത്തെ ഹോസ്പിറ്റലിലുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സ്റ്റെം സെൽസ് പ്രിസ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ബാംഗ്ലൂരാണ്, ഒരു എമൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉപകാരം? അങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്താ ഉപകാരം? ആ ജീൻസ് അല്ലേ. ഇപ്പൊ എനിക്ക് എൻ്റെ ഫാദറിന് അങ്ങനെ എൻ്റെ ആ ഹൈറാർക്കിയലിൽ നിൽക്കുന്ന ആ എന്താണ് ജീനോ കോമ്പിനേഷനിൽ വരുന്ന ആൾക്കാർക്കൊക്കെ പിന്നീട് നമുക്ക് വന്ന സമയത്ത് ഐഡന്റിഫൈ ചെയ്യാനും അത് വെച്ച് മെഡിസിൻസ് ഒക്കെ എടുക്കാനും ഒക്കെ ഉള്ള വലിയൊരു ഏരിയയിലേക്ക് വരാണ്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? അതിലേക്കാണ് കഥ വരുന്നത് എന്ന് പറഞ്ഞ് ഇതിന്റെ സ്ട്രക്ചറിലേക്ക് വരണം അല്ലെ. DNA സ്ട്രക്ചർ എങ്ങനെയാണ്? നമ്മൾ കെമിസ്ട്രി അല്ലേ, അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് രീതിയിലേക്ക് വരാം അല്ലെ. അതിന്റെ അലൈൽ കോമ്പിനേഷൻസ് ഒക്കെ എത്ര പേർക്ക് അറിയാം? ബയോളജി അറിയാമല്ലോ അല്ലെ, ഓർത്ത് വെക്കാം. അപ്പോ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ആ സ്ട്രക്ചറിൽ ഇങ്ങനെ എടുക്കുകയാണ്. ആക്ച്വലി നേരത്തെ വരച്ചേക്കുന്ന ഒരു പിക്ചർ പോലെ തന്നെ നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ എടുക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ ഈ ബ്ലാക്കും പോയിട്ടുണ്ട്, ഈ പറഞ്ഞ റെഡും പോയിട്ടുണ്ട് അല്ലെ. ഈ ബ്ലാക്കും റെഡും എന്താണ്? ഒരു സ്ട്രാൻഡ്, മറ്റേത് എന്താണ്? അടുത്ത സ്ട്രാൻഡ്. അങ്ങനെ 2 സ്ട്രാൻഡാണ് പോകുന്നത് എങ്കിൽ ഈ റെഡില് എന്താണുള്ളത്? എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഷുഗർ ഫോസ്ഫേറ്റ്. ഇത് പോകുന്നത് എന്തായിരിക്കും? ഷുഗർ ഫോസ്ഫേറ്റ്. ഇത് മുഴുവൻ ഷുഗർ ഫോസ്ഫേറ്റ്. ഇങ്ങനെ SP, ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ഫോസ്ഫേറ്റ്. എന്ത് ഷുഗറാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്? പെൻഡോസ് ഷുഗർ. എന്താ നോക്കുന്നത്? പെൻഡോസ് ഷുഗർ. ഇനി ഷുഗറിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ബേസ്. ഷുഗറിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ബേസ് കേട്ടോ. അപ്പൊ ഇവിടെയും ഇത് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ഫോസ്ഫേറ്റ്. ഇങ്ങനെ 2 സ്ട്രാൻഡ് പോകുന്നു. ഇനി അതിനൊന്നും കൂടി എൻലാർജ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച കൺസെപ്റ്റ് മനസ്സിലാവില്ല. ഓർത്ത് നോക്കുക, ഇത് 2 ഞാനൊന്ന് എൻലാർജ് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ എന്തായിരുന്നു? ഷുഗർ പറയേ ഫോസ്ഫേറ്റ്. ഇവിടെയും എന്ത് തന്നെയാ? ഷുഗർ ഫോസ്ഫേറ്റ്. ഇതും ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ഫോസ്ഫേറ്റ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷുഗറിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ബേസ്. ബേസിന്റെ പേര് പറഞ്ഞേ. അഡിനിൻ ആണ് എങ്കിൽ അതിനൊരു പേര് ഏതായിരിക്കണം? തൈമിൻ. കേട്ടോ, ഓർത്ത് നോക്കുക. അത് കോംപ്ലിമെന്ററി ആണ്. അതെന്താണ്? കോംപ്ലിമെന്ററി. ATGC എന്ന് പറഞ്ഞേ. ATGC. അപ്പോ അഡിനിൻ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? തൈമിൻ. കണ്ടോ, ഓർത്ത് നോക്കുക. ഇവര് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ട് വരുന്നുണ്ട് അല്ലെ. ഡബിൾ ബോണ്ട്, മറ്റേതിന് എന്തായിരുന്നു? ട്രിപ്പിൾ ബോണ്ട്. ഓർത്ത് നോക്കുക. ഇനി ഇവിടെ ഗ്വാനിൻ ആണ് എങ്കിൽ ഇവിടെ എന്തായിരിക്കും? സൈറ്റോസിൻ. ഇങ്ങനെ വരുന്ന ഒരു ഏരിയ ഓർത്ത് നോക്കാം. ഇങ്ങനെ വരുന്ന ഏരിയ ഇതാണ് നമ്മളുടെ DNA. ആ DNA ഇങ്ങനെ വലുതായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നമ്മൾ പഠിച്ചേക്കുന്ന ടേമുകൾ വരാം. പഠിപ്പിച്ചേക്കുന്ന ടേമുകളിൽ നോക്കിയേ. ഷുഗർ ബേസ്. ബേസ് എന്ന് പറഞ്ഞതല്ലേ ഈ റൗണ്ട്. ഈ ഷുഗർ ബേസിന് എന്താ വിളിക്കുന്നത്? ഷുഗർ ബേസിന് എന്താ വിളിക്കുന്നത്? ഇപ്പൊ നേരത്തെ എഴുതിയത് എന്തായിരുന്നു? ന്യൂക്ലിയോസൈഡ്. ഇനി ഷുഗർ ബേസ് ആൻഡ് ഫോസ്ഫോറിക് ആസിഡ്, ഈ റൗണ്ടിന് എന്ത് വിളിക്കും? ന്യൂക്ലിയോടൈഡ്.
മനസ്സിലായോ? ഈ രണ്ട് ന്യൂക്ലിയോട്ടൈഡ് ജോയിൻ ചെയ്യും. ഇത് കണ്ടോ, ഇത് അടുത്ത ന്യൂക്ലിയോട്ടൈഡാ. കണ്ടോ, ഇതിനെന്ത് വിളിച്ചു? ഡൈ ന്യൂക്ലിയോട്ടൈഡ്. അപ്പൊ ഇതിങ്ങനെ കുറെ പോയാൽ എന്ത് വിളിക്കും? പോളി ന്യൂക്ലിയോട്ടൈഡ്. ഐഡിയ മനസ്സിലായോ? പോളി ന്യൂക്ലിയോട്ടൈഡ്. അപ്പൊ ഇതൊക്കെ പഠിച്ചതിന് വേണ്ടിയിട്ട് DNA ഇങ്ങനെ പോവാണ് ഡബിൾ സ്ട്രാൻഡഡ് ഇട്ട് കേട്ടോ. അപ്പൊ അതാ ഓരോ സ്റ്റെപ്പ് ആയിട്ട് എടുത്ത് കണ്ടോ. ഇത് DNA, അത് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഓർത്ത് നോക്കാം, ഓരോ സ്ട്രാൻഡിലും എന്താ പോകുന്നത്? ഷുഗർ ഫോസ്ഫേറ്റ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ പോകുന്നതാണ് ആക്ച്വലി നമ്മൾ ഇനി അടുത്ത ഹെഡിങ്ങിൽ വരക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നതാണ്? ഈ ഡബിൾ സ്ട്രാൻഡ് സ്ട്രക്ചർ ഉണ്ട് അല്ലെ, അതില് ഷുഗർ പ്ലസ് ബേസ് ന്യൂക്ലിയോസൈഡ്. പിന്നെന്തായിരുന്നു? ഷുഗർ പ്ലസ് ബേസ് പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. അതെന്തായിരിക്കും? ന്യൂക്ലിയോടൈഡ്. അവിടെ ഓർത്ത് നോക്കാം. ഇതൊന്ന് വരച്ചു വെച്ചാൽ എന്നിട്ട് എഴുതി വെച്ചാൽ പിന്നെ കേട്ടോ. ഓർത്ത് നോക്കാം, മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. രണ്ട് കളറിലൊക്കെ വരച്ചാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓർത്ത് നോക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. ഓർത്ത് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ കുറച്ച് കളയുമ്പോ ഷുഗറോ എന്ത് ഫോസ്ഫേറ്റോ ഇതെന്ത് DNA ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിക്കും കേട്ടോ. ഓർത്ത് നോക്കാം, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ റൗണ്ട് ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഇതെന്താണ്? ഷുഗർ. ഇത് ബേസ്. ഷുഗർ പ്ലസ് ബേസിന് എന്താ വിളിക്കുക? ന്യൂക്ലിയോസൈഡ്. ഇതെന്താണ്? ന്യൂക്ലിയോടൈഡ്. ഈ ലിങ്കേജ് എന്തായിരിക്കും? രണ്ട് ന്യൂക്ലിയോടൈഡ് എങ്ങനെയാ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്? ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് കേട്ടോ. ഒന്ന് മെൻഷൻ ചെയ്യാൻ നോക്കാം നിങ്ങള് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി വെറുതെ വരക്കുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കാം, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ന്യൂക്ലിയോസൈഡ് എന്നൊക്കെ പറയുമ്പോൾ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം, ന്യൂക്ലിയോസൈഡിന്റെ ഒക്കെ നമ്മൾ ഇനി വരക്കാൻ പോവാണ്, വലുതായിട്ട് വരക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ S എന്ന് പറഞ്ഞ ഷുഗർ ആണെന്നും P എന്ന് പറഞ്ഞ ഫോസ്ഫേറ്റ് ആണെന്നൊക്കെ അറിഞ്ഞു വെക്കണം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ നമ്മൾ സൂം ചെയ്യണ പോലെയല്ലേ, ആദ്യം ഒരു ചെറുത് വരച്ചു, പിന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് വരക്കും കേട്ടോ. ഓർത്ത് നോക്കാം, അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഡബിൾ ബോണ്ട് AT ഡബിൾ ബോണ്ട് ആണ് കേട്ടോ. GC എന്തായിരിക്കും? ട്രിപ്പിൾ ബോണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ന്യൂക്ലിയോസൈഡിന്റെ സ്ട്രക്ചർ വരക്കും, അത് കഴിഞ്ഞ് ന്യൂക്ലിയോടൈഡ് വരക്കും കേട്ടോ. അങ്ങനെ കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ ഈ പിക്ചറിൽ നോക്കിനി ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർത്ത് നോക്കുക, ഒരു പെന്റഗൺ ഷേപ്പ്, അത് പെൻഡോസ് ഷുഗർ ആണ് അല്ലെ. ഓർത്ത് നോക്കുക, പെൻഡോസ് ഷുഗർ. അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ ആയിട്ട് വരുന്ന പെൻഡോസ് ഷുഗർ ആണ് നമുക്ക് വരക്കേണ്ടത്. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇവിടെ രണ്ട് സൈഡിലും ഇതാണ് OH വരുന്നത് കേട്ടോ. OH. ദെൻ ഇവിടെ ഒരു ബേസ്, ഇതാണ് ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ. കാരണം എന്താ? ഫസ്റ്റ് പൊസിഷനിൽ ബേസ് വരുന്നതാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് പൊസിഷനിലാണ് ബേസ് വരുന്നത്. അപ്പൊ ആദ്യം ഇത്രയും വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുവരിക. ഇനി 1 2 3 4 5. ദെൻ ഇതിന്റെ ഫിഫ്ത്ത് പൊസിഷനിലാണ് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്? CH2OH കേട്ടോ. ഓർത്ത് നോക്കാം, CH2OH. ഇനി OH കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ H പ്ലേസ് ചെയ്യാം. H വരുന്നുണ്ട്, ഇവിടേക്ക് H തന്നെ. അപ്പൊ ബേസ് ഇതാണ് ഷുഗർ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. ഇതിന്റെ മിഡിൽ നിങ്ങൾ ഷുഗർ എന്നൊക്കെ എഴുതി വെച്ചാൽ നല്ലതാണ്. ഷുഗർ ഇതാണ് പെൻഡോസ് ഷുഗർ. പെൻഡോസ് ഷുഗറിന്റെ ഫസ്റ്റ് പൊസിഷനിൽ ബേസ് വന്ന അതിനെ വിളിച്ച പേരാണെന്ത്? ന്യൂക്ലിയോസൈഡ് കേട്ടോ. ന്യൂക്ലിയോസൈഡ് എന്ന് ഹെഡിങ് കൊടുത്തേ, ന്യൂക്ലിയോസൈഡ് കേട്ടോ. ഇതാണ് നമ്മൾ വേർഡിൽ എഴുതിയത് അല്ലെ. എ യൂണിറ്റ് ഫോംഡ് ബൈ എന്തായിരുന്നു അല്ലെ? ബേസ് അറ്റാച്ച്ഡ് ടു ദ ഫസ്റ്റ് പൊസിഷൻ ഓഫ് പെൻഡോസ് ഷുഗർ ടു ഫോം ന്യൂക്ലിയോസൈഡ് കേട്ടോ. ആ മീനിങ് മനസ്സിലാക്കിയിട്ട് എഴുതാൻ നോക്കാം. അപ്പൊ ഈ ഷുഗർ വന്നിട്ട് ഇത് ഇവിടെയാണ് ഇരിക്കണേ അല്ലെ. ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യൂ കിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന്റെ ഓരോന്നും എടുത്ത് വലുതാക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പിക്ചർ വരക്കണേ. ഇനി നോക്കിയേ, ഇതില് ഫോസ്ഫോറിക് ആസിഡ് എവിടെ വരും എന്നാ പറഞ്ഞേക്കുന്നേ? ഏത് പൊസിഷനിലാണ് വരുന്നതെന്ന് പറഞ്ഞേക്കുന്നേ?
ഫിഫ്ത്ത്. കണ്ടോ? ഓർത്ത് നോക്കുക. അത് കണ്ടോ? ഇവിടുത്തെ OH അല്ലേ? OH പോയിട്ട് അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? അതിന്റെ ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോർമുലയൊക്കെ ഓർമ്മയുണ്ടല്ലോ, H3PO4 അല്ലെ? ഓർത്ത് നോക്കുക, H3PO4 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആ ലിങ്ക് വന്നിട്ട് ആ H ഒക്കെ മാറി അവിടെ നിന്ന് നമുക്ക് പോകുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് H പോയിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ 4 സ്ഥലത്തും ഓക്സിജൻ ഒന്ന് പ്ലേസ് ചെയ്യാം. അവിടെ ഓർത്ത് പോകുക, ഓക്സിജനെ പ്ലേസ് ചെയ്യാം. ദെൻ ഡബിൾ ബോണ്ട് മെൻഷൻ ചെയ്യണ സമയത്ത് ഒരു സ്ഥലത്ത് ഡബിൾ ബോണ്ടും 2 മൈനസും ആയിട്ടാണ് കൊടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. വരച്ചു. ഇത് എന്റെ ഹെഡിങ് എന്താ? ന്യൂക്ലിയോ ടൈഡ്. കേട്ടോ? ഓർത്ത് നോക്കാം. നേരത്തെ എഴുതിയ എന്തായിരുന്നു? ന്യൂക്ലിയോ സൈഡ്. ന്യൂക്ലിയോ സൈഡ് കഴിഞ്ഞു. ഇനി ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്, അതാണ് ന്യൂക്ലിയോ ടൈഡ്. ഇത് ന്യൂക്ലിയോ ടൈഡ് നേരത്തെ കഴിഞ്ഞല്ലോ. ഇനി ഇത് വീണ്ടും വരക്കണോട്ടാ. നേരത്തെ എഴുതിയത് ന്യൂക്ലിയോ സൈഡ്, അത് കഴിഞ്ഞു. ഇനി ന്യൂക്ലിയോ ടൈഡ്. ന്യൂക്ലിയോ സൈഡിൽ ഇവിടെ CH2OH, അവിടുത്തെ H പോയിട്ട് എന്ത് ചെയ്യും? ഇതിൽ ലിങ്ക് ചെയ്യും. കണ്ടോ? ഓർത്ത് നോക്കാം. ശരിക്കും H എവിടെയൊക്കെ ഉണ്ടാവും? ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും അല്ലെ? അങ്ങനെയാണ് H3PO4 വരുന്നത്. അപ്പൊ ആ H3PO4ല് Hനെ അങ്ങ് മാറ്റും, എല്ലാ Hനെയും. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ രീതിയിൽ ഓർത്ത് നോക്കാം. കണ്ടോ? ഇപ്പൊ ഇതാണ് ഷുഗർ ഫോസ്ഫേറ്റ് അഡിൻ എന്ന് പറഞ്ഞ ബേസ്. ഇതാണ് ഈ റൗണ്ട് അല്ലെ? ഈ റൗണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ വരച്ചേക്കുന്നത്. ഇതിനെയാണ് ന്യൂക്ലിയോ ടൈഡ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയോ ടൈഡ്, ന്യൂക്ലിയോ ടൈഡ്, ന്യൂക്ലിയോ ടൈഡ്. ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. ന്യൂക്ലിയോ. ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ വരച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ ന്യൂക്ലിയോ സൈഡ് കഴിഞ്ഞു, ന്യൂക്ലിയോ ടൈഡ് കഴിഞ്ഞു. ഇനി ന്യൂക്ലിക് ആസിഡ് ചെയിൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ന്യൂക്ലിക് ആസിഡ് ചെയിൻ, ന്യൂക്ലിക് ആസിഡ് ചെയിൻ, ന്യൂക്ലിക് ആസിഡ് ചെയിൻ. ഇപ്പൊ എഴുതിയേക്കുന്നത് തന്നെ വേർഡിൽ വലുതാക്കി എഴുതും, അത്രേ ഉള്ളൂ കേട്ടോ. ന്യൂക്ലിക് ആസിഡ് ചെയിൻ എന്ന് പറയുമ്പോ ഷുഗർ ഫോസ്ഫേറ്റ്. കണ്ടോ? ഓർത്ത് നോക്കതേ, ഇങ്ങനെ ഷുഗർ ഫോസ്ഫേറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിപ്പീറ്റേഷൻ എന്നാണ്. 2 എഴുതിക്കുക എന്തായാലും. ഷുഗർ ഫോസ്ഫേറ്റ് ഉണ്ടോ? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഷുഗറിന്റെ മുകളിൽ എപ്പോഴും എന്തുണ്ടാവും? ബേസ്. കേട്ടോ? ഓർത്ത് നോക്കാം. ബേസ്. ഇതിനെയാണ് ന്യൂക്ലിക് ആസിഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. കേട്ടോ? ഓർത്ത് നോക്കാം. ബേസ്. അപ്പൊ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ് ഒക്കെ ചോദിച്ചാൽ ആദ്യം വരക്കേണ്ടത് ഇതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് വരക്കണം. ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ് ഇങ്ങനെ കേട്ടോ. ഓർത്ത് നോക്കാം. ഇതിങ്ങനെ ചെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് പോളിമർ പോലെ ഇങ്ങനെ പോയി, പോളിന്യൂക്ലിയോടൈഡ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ പലപ്പോഴും ഇവിടെ ഒരു ടേം കൊടുക്കാറുണ്ട്, N എന്ന് കൊടുക്കും. എന്തിനാ N എന്ന് ഇങ്ങനെ കൊടുക്കണേ? N എന്ന് കൊടുക്കും. N എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ കേട്ടോ. ഓർത്ത് നോക്കാം. നമ്പർ ഓഫ് ഇതിനെ നമ്മൾ മോണോമർ പോലെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. വരച്ചോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് എഴുതാനായിട്ടുള്ളത്, നമ്മൾ പറഞ്ഞു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് DNA എന്നൊക്കെ പറഞ്ഞു. അത് കോംപ്ലിമെന്ററി ആണ് Y എന്നുള്ള രീതിയിൽ ചോദിക്കും കേട്ടോ. ഓർത്ത് നോക്കുക. കാരണം എന്തായിരുന്നു? നേരത്തെ കണ്ട 2 ചെയിനില് അഡിനിന് എന്ത് വേണം? തൈമിന് വേണം അല്ലെ? അല്ലാതെ മിഡിൽ കട്ട് ചെയ്ത 2 ഈക്വൽ ഹാഫ് കിട്ടില്ല. കോംപ്ലിമെന്ററി ആണ് Y എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ഉണ്ട്. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുന്നത് കേട്ടോ. നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ഇത് വരച്ചു കഴിഞ്ഞല്ലോ അല്ലെ? ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം.
double-stranded helix structure of DNA, double-stranded structure of double-stranded helix, double-stranded helix, HELIX, double-stranded helix structure of DNA containing two strands, STRANDS, two strands, full stop. The two strands are complementary to each other. The two strands are complementary to each other. The two strands are complementary to each other because the two strands are complementary to each other because the hydrogen bonds are formed between specific pairs of bases, specific pairs of bases, specific pairs of bases. Full stop. Adenine form hydrogen bond with thymine. Adenine, ADENINE. Adenine forms hydrogen bonds with thymine. ബ്രാക്കറ്റില് AT, ക്യാപിറ്റൽ എയും കേട്ടോ ഓർത്ത് നോക്കുക, ടിയും ഡബിൾ ബോണ്ട് ഇട്ട് ബ്രാക്കറ്റിൽ എഴുതണം കേട്ടോ. AT ഇവിടെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എയ്ഡ ഡബിൾ ബോണ്ട് ടി കേട്ടോ ഓർത്ത് നോക്കുക. ഇത് ഹൈഡ്രജൻ ബോണ്ട് ആണ് AT. Whereas cytosine form hydrogen bond with a cytosine. CYTOSINE. Cytosine forms SINE forms hydrogen bond with cytosine form hydrogen bonds with guanine. GUANINE കേട്ടോ നോക്കുക. ബ്രാക്കറ്റിൽ എന്ന് എഴുതണം G ട്രിപ്പിൾ ബോണ്ട് C. തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. CG എന്ന് എഴുതിയാലും കുഴപ്പമില്ല, GC എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ട്രിപ്പിൾ ബോണ്ട് ആണ് കേട്ടോ ഓർത്ത് നോക്കാം. GC. ദെൻ അടുത്തത് ഒരു ചെറിയൊരു പോയിന്റ് കൂടി ഉള്ളൂ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് RNA. Different type of RNA. Different type of RNA. Different type of RNA. അവിടെ എഴുതി വെക്കുക mRNA. mRNA. M എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ ചെറുതായിരിക്കണം, ഇങ്ങനെ എഴുതണം കേട്ടോ. mRNA. ഹൈഫൺ എന്താ എഴുതേണ്ടത്? മെസ്സഞ്ചർ RNA കേട്ടോ. മെസ്സഞ്ചർ RNA. അതുപോലെ അടുത്ത് tRNA. tRNA സ്മോൾ ലെറ്റർ ടി കൊടുക്കുക. tRNA ഹൈഫൺ ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNA. ഒരു RNA കൂടി ഉണ്ട്, rRNA. rRNA എന്തായിരിക്കും? റൈബോസോമൽ RNA. റൈബോസോമൽ RNA. റൈബോസോമൽ RNA. കേട്ടോ. പിന്നെ DNA ബയോളജിക്കൽ ഫംഗ്ഷൻ, ഹെറിഡിറ്റിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. ഡോട്ടർ സെല്ലിൽ നിന്ന് ട്രാൻസ്മിഷൻ, അത് നമ്മൾ നേരത്തെ പോയിന്റിൽ എഴുതി വെച്ചു. എന്തായിരുന്നു? ദി ട്രാൻസ്മിറ്റ് ഹെറിഡിറ്റി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതുപോലെ പ്രോട്ടീൻ്റെ കാര്യം വീണ്ടും ഒരിടത്ത് പറയുന്നുണ്ട് അല്ലെ. RNA ആണ് പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്നുള്ള രീതിയിലുള്ള ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയുണ്ട്. അത്രേ ഉള്ളൂ. ചാപ്റ്റർ തീരുകയാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ. പിന്നെ DNA നിങ്ങൾക്ക് അറിയാം, ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓർത്ത് നോക്കാം. DNA ഫിംഗർ പ്രിന്റിംഗ് എന്നുള്ള ഒരു വേർഡിൽ ഇവിടെ എഴുതിയുണ്ട്. എന്നാ അറിയാലോ? ഓരോ ഇപ്പൊ എന്റെ ഹെയറിൽ എടുത്ത് കഴിഞ്ഞാൽ ആ ഹെയറിൽ എന്റെ DNA ഉണ്ടാവും അല്ലെ. ഓർത്ത് നോക്കാം. അത് വേറെ ആർക്കും ഉണ്ടാവോ? ഇല്ല. നോർമലി
അപ്പോൾ അത് സ്പെസിഫിക് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ 25 ക്വസ്റ്റൻസ് ഉണ്ട്, 25 ക്വസ്റ്റൻസ്. നിങ്ങൾക്കറിയാം ഞാൻ തന്നേക്കുന്നതിൽ പാസ്റ്റ് ഇയർ ക്വസ്റ്റൻസ് പോലും തന്നിട്ടില്ല. ഇതിൽ ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് 25 ക്വസ്റ്റൻസ് പഠിക്കുക, പിന്നെ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് പഠിക്കാം. അത് വേണമെങ്കിൽ ചെറിയൊരു പോയിന്റിൽ നിന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റൻസ് ചോദിക്കുമ്പോൾ ഡൗട്ട് വരാം, അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ ബാക്കിൽ ഈ 25 ക്വസ്റ്റൻസ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സമയമുണ്ട്, അതുകൊണ്ട് ഒരു 25 ഒരു 15 ക്വസ്റ്റൻ ഈസി ആയിട്ട് വേഗം ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോകാം കേട്ടോ, ഓർത്ത് നോക്കാം. ആ ബേസിന്റെ ഓൾട്ടർനേഷൻ ആണ്. ആ കെമിക്കലിൽ കോമ്പിനേഷൻ ഉണ്ട്, അലൈലിക് കോമ്പിനേഷൻ എന്ന് പറയും. അതിൽ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കോഡിങ് പോലെയാണ് ആക്ച്വലി വരുന്നത്. അതിൽ ചെറിയൊരു ഫ്രാക്ഷണൽ വേരിയേഷൻ വന്നാൽ അതിൽ ഞാൻ നേരത്തെ കണ്ടില്ലേ, നമ്മൾ ആൽഫ ഡി ഗ്ലൂക്കോപൈറാനോസ് ഉണ്ടോ, ഒരു എച്ചിന്റെ പൊസിഷൻ അല്ല, അതിന്റെ എന്ത് ചെയ്യുന്നു ഉണ്ടോ, ഒന്ന് റൊട്ടേഷൻ ചെയ്തപ്പോൾ അതിന്റെ പ്രോപ്പർട്ടി മാറി. അതുപോലെയാണ് ബയോമോളിക്യൂൾസുകൾ വരുന്നത്. ബയോമോളിക്യൂളിൽ ഒരു ചെറിയൊരു വേരിയേഷൻ വരുമ്പോൾ അത് വരും. അപ്പോൾ നമുക്കിപ്പോൾ ഓർത്ത് വെക്കുക, ഒരു ഹെറിഡിറ്ററി ആയിട്ട് ഒരാൾക്ക് എന്താണ് ഡയബറ്റിക്സ് വരുന്നു എന്ന് കരുതാം. അത് ഈ ഇതിൽ കറക്റ്റായിട്ട് കണ്ടെത്തി ആ ജീനിനെ മാത്രം മാറ്റിക്കഴിഞ്ഞാൽ ആ അസുഖം അടുത്ത ജനറേഷനിൽ വരില്ല, അല്ലെ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ജനറേഷനിൽ വരില്ല, ഓർത്ത് വെക്കാം, അല്ലെ, ഓർത്ത് വെക്കാം. അങ്ങനെ ആ DNA മാറ്റുന്ന ഒരു പ്രോസസ്സിനെ എന്താ വിളിക്കാം? അല്ല, നമുക്ക് ഹ്യൂമൻ ബീങ്ങിൽ ഇപ്പൊ ക്ലോണിംഗ് ഒക്കെ നിങ്ങൾക്ക് കേട്ടല്ലേ, അല്ലെ? ക്ലോണിങ്ങിന് മുമ്പ് GMO ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. നിങ്ങൾ എറണാകുളത്തല്ലേ ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരൊക്കെ എക്സിബിഷനൊക്കെ വരാറുണ്ട്. ആക്ച്വലി CMFR കേട്ടിട്ടുണ്ടോ? അവിടെ കുറേ നാൾ മുമ്പ് ഉണ്ടായിരുന്നതാണ്. ആക്ച്വലി നിങ്ങൾക്ക് മിന്നാമിനിങ് അറിയാലോ, ലൈറ്റ് ഫ്ലൈ. അതിൻ്റെ ഫങ്ഷൻ ഒരു ഫിഷിലേക്ക് മാറ്റിയവര്. ആ ഫിഷ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? മീൻ അത് പോകുമ്പോൾ എന്ത് വരും? ലൈറ്റ് ചെയ്യും വരുന്നത്. അതവിടെ ഒരു എക്സിബിഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരു എക്സിബിഷനാണ് ആക്ച്വലി വരുന്നത്. അത് പറ്റും, പക്ഷെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല. GMO ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിലേക്ക് വരാൻ പറ്റില്ല, അതിന് ഒരു ഓഫ് സ്പ്രിങ്സിലേക്ക് വരില്ല അലീലിക് കോഡിങ് വരുന്ന സമയത്ത്. അങ്ങനെയായിരുന്നു വെച്ചെങ്കിൽ, അല്ലേ, ഓർത്ത് നോക്കാം. അങ്ങനെയായിരുന്നു വെച്ചെങ്കിൽ നിങ്ങൾ കുറെ മാർവലിന്റെ ഒക്കെ സിനിമ ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? അത് വരും, പക്ഷെ അത് എത്തി തുടങ്ങി. ഇവിടെ മെയിൻ പ്രശ്നം അതാണ് ആക്ച്വലി. എല്ലാ കോഡിങ്ങും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളിപ്പോ എന്താ ചെയ്യണമെന്ന് മനസ്സിലായ? ഓരോ ഇതെടുത്തിട്ട് അതിനെന്ത് ചെയ്യുന്നു, അതിന്റെ ആ കോഡിങ് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി. ഇപ്പൊ ഇയാളുടെ ഹെയറിന്റെ നേച്ചർ ഏത് GNAയിൽ ഏത് പൊസിഷനാണെന്ന് ഇതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്താൻ ഭയങ്കര പണിയാണ്. അത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി എല്ലാം കോഡ് ചെയ്താൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റി? അതുകൊണ്ടാ പറഞ്ഞ കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, അവിടെ കയറി നിൽക്കുന്നു, നമ്മുടെ ജനറ്റിക് ഇതനുസരിച്ചിട്ട് അവർ പറയുന്നൊരു മെഡിസിൻ, അല്ലെ, പാരസെറ്റാമോൾ ഇയാൾക്ക് കഴിച്ചാൽ അത്ര എഫക്റ്റ് ഉള്ള, അതിനേക്കാളും നല്ലൊരു മെഡിസിൻ ഇതാണ് എന്നൊക്കെ പറയും. അന്ന് കഴിഞ്ഞിട്ട് അതുപോലെ ഒരു അനലിറ്റിക്സ് ആയിട്ടുള്ള ഒരു ഡോക്ടേഴ്സിന്റെ ടീമും, അല്ലെ, ഓർത്ത് നോക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ശരിക്കും പുറം രാജ്യങ്ങളിൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. ഇയാൾ ഡോക്ടർ ആണെങ്കിൽ ഇപ്പോൾ മോളിക്യൂൾ പ്രിസർവ് ചെയ്യും, ഓർത്ത് നോക്കാം. അടുത്ത വരുന്ന എന്താണ് ആക്ച്വലി, അല്ലെ, നിങ്ങൾക്ക് അറിയാമല്ലോ, DFARM എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടേക്കുന്ന, അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള അടുത്ത കാറ്റഗറിയിൽ മെഡിസിൻസ് അസൈൻ ചെയ്ത് അതിൽ ഏത് ബെസ്റ്റ് മോളിക്യൂളാണ് ഇയാൾക്ക് നല്ലത് ആ രീതിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിലേക്കൊക്കെ ആയി കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഒരു ലെവലും കൂടിയൊക്കെ കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾ എന്തായാലും കുഴപ്പമുണ്ടാവില്ല, ഒരു 10-15 ഇയേഴ്സ് കഴിയുമ്പോൾ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരുന്നത്. പക്ഷെ അതിനേക്കാളേറെ പ്രശ്നം വരുന്നത് അവിടെ മുതലാണ് വരാൻ പ്രശ്നം വന്നു തുടങ്ങുന്നത്. കാരണം എന്താണ്? ഇയാളൊരു പാനിക് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണെന്ന് കരുതാം. ഇയാൾ കരുതാണ് ഈ ലോകത്തിൽ ഇല്ലാത്തതിനെ കൊന്നുള്ള നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു വൈറസിനെ ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ ഒരു സാധനമൊക്കെയാണ് കണ്ടേക്കുന്നത്, അല്ലെ? ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല, മനസ്സിലായി? അപ്പൊ അതുപോലെ GMOs അങ്ങ് ഉണ്ടായി വന്നാൽ എന്ത് പറ്റും, അല്ലെ? അതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അല്ലെ, ഓർത്ത് വെക്കാം. റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ, യാൻ വിൽമുട്ട്, അല്ലെ, ഓർത്ത് വെക്കാം, കേട്ടല്ലേ? യാൻ വിൽമുട്ട് ബയോളജി എത്ര പേരുണ്ട്? യാൻ വിൽമുട്ട് ആരാ? ഡോളി ഷീപ്പ് ക്ലോൺ ചെയ്ത, അല്ലെ, ഫസ്റ്റ് ക്ലോണിങ് എന്ന് പറയുന്ന കേട്ടല്ലോ, അല്ലെ, ഓർത്ത് വെക്കാം. അപ്പോ വലിയ കാര്യമാണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് അവരുടെ ലാസ്റ്റ് ഫൈൻഡിങ്ങിൽ എന്തായിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്? ക്ലോണിങ്ങിൽ എന്ത് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് അത് അമേരിക്കയിൽ എല്ലായിടത്തും എന്ത് ചെയ്യണം പുള്ളി പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ കേട്ട് കാണല്ലേ, ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രശ്നമല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇതെടുക്കും, ഒരു ഹ്യൂമൻ ബീയിങ്
ആയിട്ടുള്ളത്. അതെടുത്തിട്ട് അതിന്റെ ബാക്കിയുള്ള പാർട്ടും കഴിഞ്ഞിട്ട് അത് മാത്രം ഡെവലപ്പ് ചെയ്യാം. ഹാർട്ട്, കിഡ്നി അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ എന്ത് പറ്റും? ആ കിഡ്നി അല്ലേ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് ബാൻ ചെയ്തു കേട്ടോ, ഓർത്ത് വെക്കാം. അതിൽ ഒന്ന് പല പല അല്ലേ, ഇപ്പോൾ പല പല ആസ്പെക്ട്സ് ഓഫ് ഇത് വരും. ഈ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഇതിലേക്കാണോ അല്ലെ? ഇപ്പൊ ഡോളിനെ ക്രിയേറ്റ് ചെയ്തതുപോലെ ഹ്യൂമൻ ബീങ്ങിനെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ, ഓർത്ത് വെക്കാം. അപ്പൊ നമ്മുടെ ക്ലോൺ എന്ന് പറയുന്ന നമുക്കറിയാലോ, ഒരു സെല്ലിന്ന് എന്തേ ക്ലോണിങ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും അതാണ് ചോദിച്ചത് ബയോളജിയിൽ. എന്തായാലും DNA പഠിച്ചതല്ലേ, അതെങ്ങനെ ചെയ്യുന്നേ അതാ പറ. ഇപ്പൊ എന്റെ ഒരു ക്ലോൺ ഉണ്ട്, എനിക്ക് ഉണ്ടാവണം. പല സിനിമകളിലും കാണാണ്. എന്ത് ചെയ്യും? ഏത് DNA എടുക്കും? എന്റെ ബ്ലഡിൽ ഏതെങ്കിലും ഒരു സെല്ലില് DNA ഇയാൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യും അല്ലെ, ഒരു മൈക്രോ ആയിട്ടുള്ള സിറിഞ്ച് വെച്ച് എടുത്ത് ഒന്ന് കരുതാം. എന്നിട്ട് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ബേബി ഉണ്ടാവില്ലേ, ബേബി ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് സെൽ ഉണ്ടാവില്ലേ, അപ്പൊ തന്നെ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങൂലേ. അതിനുമ്പോ ആ ഫസ്റ്റ് സെല്ലിൽ ആ ന്യൂക്ലിയസിനെ അങ്ങ് മാറ്റിയിട്ട് എന്താണ് ആക്ച്വലി നമുക്കറിയാലോ ഹാഫ് ഫ്ലോയിഡ് അല്ലെ, ബയോളജിയിലൊക്കെ വന്നല്ലോ, ആ സെല്ലിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യും? എന്റെ അതേ നേച്ചർ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബേബി ഫസ്റ്റ് സെല്ല് അല്ലെ, രണ്ട് മദർ ആൻഡ് ഫാദറിൽ നിന്ന് വരുന്ന ആ ഒരൊറ്റ സെല്ല്, ആ സെല്ലില് ഉള്ള ആ ആളെ അങ്ങനെ തന്നെ മാറ്റിയിട്ട് എന്റെ എന്താണ് അല്ലെ 23 പേഴ്സ് അതാ അവിടെ കൊടുക്കും. അപ്പോ അത് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ വരും. അങ്ങനെ വരുമ്പോ എന്റെ അതേ നേച്ചറിലുള്ള ഒരാൾ പുറത്ത് വരും കേട്ടോ, ഓർത്ത് വെക്കാം. ഇപ്പൊ അത് എന്ത് ചെയ്തേക്കാണ് അല്ലെ, അങ്ങനെ കൺട്രീസിൽ ഇപ്പൊ നമുക്കിപ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനുവേണ്ടി ചെയ്യുന്നത് ഈ കുറെ ഐലൻഡ്സ് പോലെയുള്ള സ്ഥലത്ത് ഇൻഡിപെൻഡന്റ് ഐലൻഡ്സുകളെ കുറിച്ചൊക്കെ അറിയാമല്ലോ അല്ലെ. ഇയാളൊക്കെ അങ്ങ് വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങ് എടുക്കും കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു കൺട്രിയുടെ അണ്ടറിൽ വരികയാണെങ്കിൽ അയാളെ പിടിച്ച് ചർച്ച ചെയ്യും കേട്ടോ, ഓർത്ത് വെക്കാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങനെ ഇതൊക്കെ ആയിട്ടൊക്കെ ഇതിന്റെ കുറെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ഓർത്ത് വെക്കാം. ഞാൻ പഠിപ്പിച്ചപ്പോൾ ഇത് പറയാൻ കാരണം ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തിനു പഠിക്കുന്നു എന്നുള്ളതും ഇനി വരുന്ന ഒരു വേൾഡുകളിൽ രണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയണം. ഒന്നത്, രണ്ടാമതെന്താ നിങ്ങൾക്കിപ്പോ ഏറ്റവും പുതിയതായിട്ട് ഒരു വർഷത്തിലുള്ള AI അല്ലെ, AI പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയില്ലേ അല്ലെ, ഓർത്ത് വെക്കാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ അല്ലെ, ChatGPT എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പല സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങില്ലേ, ഓർത്ത് വെക്കാം. ഈ അടുത്തിടെ ഞാനിപ്പോ ഈ ബുക്കിന്റെ ഒരു അടുത്ത നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പോയ കടയില് ചേച്ചി അവിടെ ഇരിക്കുകയാണ്. ഇപ്പോ അവിടെ ഫോണിൽ സംസാരിക്കുന്ന ഒരു കാര്യം കേട്ടാണ്, മോന് പ്രൊജക്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അത് അവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇതിനോട് കൊടുത്തു കഴിയുമ്പോഴേക്കും ആ അസൈൻമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരികയാണ്. +2 കഴിഞ്ഞ ആൾ തന്നെയാ. അപ്പൊ ഇതിന് ചിന്തിക്കണമൊന്നുമില്ല, ആ സാധനം കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാ, പക്ഷെ ഒരു സാധനം പോലും വായിച്ചിട്ടില്ല, പഠിക്കുന്നവരാ എന്നുള്ള രീതിയിലായി അല്ലേ, പുറത്ത് വെക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു. പക്ഷെ അതിന്റെയൊക്കെ എന്താണ് പ്ലസ് ആൻഡ് കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമില്ലല്ലോ അല്ലേ കേട്ടോ, ഓർത്ത് വെക്കാം. എനിക്ക് പഠിക്കുന്നതിന് ഒരു റിലവൻസ് ഉണ്ടാവില്ല കേട്ടോ. ഇത് എന്തിനാ പഠിച്ചേ കേട്ടോ, ഓർത്ത് വെക്കാം. കുറച്ചൊക്കെ നാളൊക്കെ കഴിഞ്ഞ് ഇതാക്കി കഴിയുമ്പോഴേക്കും സ്റ്റെം സെൽസ് എടുത്തു വെക്കണോ വേണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലെ, ഓർത്ത് വെക്കാം. അതുകൊണ്ട് എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും. ഓക്കെ, എനിവേ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാരൊക്കെ ഒന്ന് എടുത്തു വെച്ചേ. ആരുമില്ല ഉണ്ട്. ഒന്ന് ഉറക്കനെ വായിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും കേട്ടോ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ കേട്ടോ. നമുക്കൊന്ന് പഠിച്ചു തുടങ്ങാം ബാക്കിലെ ക്വസ്റ്റ്യൻസിന്. പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്തോ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, നിങ്ങളോട് ചോദിക്കും കേട്ടോ, എല്ലാവരോടും ഞാൻ ചോദിക്കും ക്വസ്റ്റ്യൻസ് കേട്ടോ. നിങ്ങളാണ് പറഞ്ഞ 15 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ അപ്പൊ തന്നെ പോയി. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറൻസ് ടൈപ്പ് ഓഫ് RNA ഫൗണ്ട് ഇൻ ദ സെൽ? 25ാമത്തെ ക്വസ്റ്റ്യൻ. വേഗം പറഞ്ഞോ. mRNA, tRNA, rRNA കേട്ടോ, ഓർത്ത് നോക്കാം. RRNA പേരെന്തായിരുന്നു? ബാക്കിയൊക്കെ കിട്ടുന്നറിയാം. rRNA എന്തായിരുന്നു? റൈബോസോമൽ RNA. tRNA ട്രാൻസ്ഫർ RNA അല്ലെ, ഓർത്ത് നോക്കാം. mRNA മൈക്രോബിയൽ RNA ആണ്, മെസ്സഞ്ചർ RNA കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ tRNA എന്തായിരുന്നു? tRNA ട്രാൻസ്ഫർ, mRNA മെസ്സഞ്ചർ RNA, rRNA റൈബോസോമൽ. ഓക്കെ അല്ലേ? കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ തിരിച്ചു കളയരുത് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. Write the important structure and functional difference between DNA and RNA. Write the important structural and functional difference between എന്തായിരുന്നു? DNA and RNA. പഠിച്ചു പോകണം. ആ ടേബിൾ അതാണ് ഇതിനു വേണ്ടി എഴുതിയത് കേട്ടോ, ഓർത്ത് നോക്കാം. ടേബിൾ വേഗം പഠിച്ചേ. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ഡെഫിനിഷൻ അല്ലെ, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആൻഡ് റൈബോന്യൂക്ലിക് ആസിഡ്. സെക്കൻഡ് എന്തായിരുന്നു?
ഡബിൾ സ്റ്റാൻഡേർഡ്, സിംഗിൾ സ്റ്റാൻഡേർഡ്. തേർഡ് എന്തായിരുന്നു? ദേ കണ്ടെയ്നിങ് ബേസസ്. DNA-ൽ എന്തായിരുന്നു? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അടുത്ത RNA-ൽ എന്തായിരുന്നു? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. നെക്സ്റ്റ് നമ്മൾ ഒരു പോയിന്റ് കൂടി എഴുതി വെച്ചു. DNA they transmit heredity from generation to generation. RNA-ൽ എന്തായിരുന്നു? പ്രോട്ടീൻ സിന്തസിസ്. കേട്ടോ, ഓർത്ത് നോക്കാം, കിട്ടണം അല്ലേ? ഓക്കെ, ദെൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഫുള്ള് ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ആ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ഉറക്കനെ വായിച്ചേ, അപ്പൊ വന്ന ആൾക്കാർ കേൾക്കട്ടെ. ആ ക്വസ്റ്റൻ ഉറക്കനെ വായിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അയാൾ പറഞ്ഞു കഴിയുമ്പോൾ പറയും, ചോദിപ്പിക്കും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു ആ ടേബിള് എഴുതിയേക്കുന്നത്. ആ പറഞ്ഞു. ആ ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. ആ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ജനറേഷൻ, RNA എന്താ? പ്രോട്ടീൻ സിന്തസിസ്. ക്ലിയർ അല്ല? അടുത്ത ആൾ പറഞ്ഞു. ആ അത് കഴിഞ്ഞ് ബാക്കിൽ പറയുക. യുറാസിൽ. ഓക്കെ അല്ലേ? കിട്ടുമല്ലോ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ റാൻഡായിട്ട് തന്നെ ചോദിക്കും. കിട്ടണം, പഠിച്ചു പോകണം. എനിക്ക് എത്ര ക്വസ്റ്റ്യൻസ് വളരെ ക്ലാരിറ്റി. ഇനി പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കാം, സ്ലോ ആൻഡ് സ്റ്റഡി വിത്ത് ഹൈ ക്ലാരിറ്റി കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലാതെ പഠിക്കണ്ട കേട്ടോ. ഹൈ ക്ലാരിറ്റി അല്ലാതെ വെറുതെ വായിച്ചു കൊള്ളാം ഈ ചാപ്റ്റർ. അയ്യോ അറിഞ്ഞു ഡൗട്ട് മനസ്സിലായി. അങ്ങനെയല്ല, പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ക്ലാരിറ്റി. ഇതേ ഒരു ചാപ്റ്റർ 25 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ കണ്ടന്റ് ഇത് കേട്ടോ, ഓർത്ത് നോക്കാം. കണ്ടന്റ് ഇത് അങ്ങനെ 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 കറക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. ഓർഡറിൽ പഠിക്കണം, വൃത്തിയിൽ. കാരണം ഇനി ഉള്ള ഇതിലും നല്ല ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ, ഓർത്ത് നോക്കാം. 90+ ഒക്കെ ഈ സിമ്പിൾ ആയിട്ട് കിട്ടും, ഒരു കുന്തമില്ല, സിമ്പിൾ ആയിട്ട് കിട്ടും. പക്ഷെ നമുക്കൊരു 95 മുകളിൽ ഒരു 100ലേക്ക് പിടിക്കണമെങ്കിൽ എറർ അനാലിസിസ്, അസേർഷൻ, റീസൺ ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് അതാണ് ലാസ്റ്റ് എടുക്കുകയുള്ളൂ. കൂടുതൽ ലാസ്റ്റ് നമുക്ക് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോൾ എറേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുന്നൊക്കെ മനസ്സിലാക്കി അതും കൂടി ഫിനിഷ് ആയി കഴിഞ്ഞാൽ മാർക്കാവും കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടന്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഓർഡറിൽ പഠിച്ചാൽ മതി കെമിസ്ട്രി. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. 14.23 ടെക്സ്റ്റുള്ള വേറെ ആരാള അഖില് ഉണ്ടല്ലോ, ഓർക്കനെ വായിച്ചു. The two strands in DNA are not identical but are complementary. Explain. നമ്മൾ നേരത്തെ എഴുതി എന്തായിരുന്നു? DNA സ്ട്രക്ചർ എന്തായിരുന്നു കേട്ടോ. അപ്പോൾ 23 ആണ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ, ഓർത്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ 23 ആണ്. എന്തായിരുന്നു? The DNA double stranded helix structure. The two strands in DNA എന്തായിരുന്നു? The two strands in DNA എങ്ങനെയാ വന്നേക്കുന്നത്? ഗൗരി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 23 ആയി ക്വസ്റ്റ്യൻ കേട്ടോ, ഓർത്ത് നോക്കാം. എല്ലാവരും കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. The two strands എങ്ങനെയായിരുന്നു? ഹൈഡ്രജൻ ബോണ്ട് വിത്ത് സ്പെസിഫിക് പേയേഴ്സ് അല്ലെ? സ്പെസിഫിക് പേയേഴ്സ് ഏതൊക്കെയായിരുന്നു? അഡിനിൻ, ഹൈഡ്രജൻ ബോണ്ട് വിത്ത് തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആ വേർഡ് ടു വേർഡ് തന്നെ ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ചോദിക്കും, ഓർത്ത് നോക്കാം. ഒരു ടെക്സ്റ്റ് ബുക്കിലെ 23 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അതിന്റെ ആൻസർ ആണ് നമ്മൾ നേരത്തെ എഴുതിയത് കേട്ടോ. എന്തായിരുന്നു അല്ലെ? DNA double stranded helix structure. The two nucleic acid chain are, the two strands are complementary to each other because the hydrogen bonds are formed between specific pairs of bases. Adenine form hydrogen bond with the thymine. അല്ലെ ആ വേർഡ് കേട്ടോ, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കും, പറയണം. ഓക്കെ, ഇവിടെ 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 ഇപ്പൊ ചോദിച്ചത് അല്ല, അതെന്തായിരുന്നു ആക്ച്വലി? DNA എന്താണ് അല്ലെ? 2 strands ഉണ്ട്, അത് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. എക്സ്പ്ലെയിൻ, അതാണ് ചോദ്യം. അപ്പൊ എന്തായിരുന്നു? ഐഡന്റിക്കൽ അല്ല അല്ലെ? ഓർത്ത് നോക്കാം. ഹെലിക്സ് സ്ട്രക്ചർ, ദേ കണ്ടെയ്നിങ് 2 strands അല്ലെ? ഓർത്ത് നോക്കാം. ഇനി പറ. The 2 strands are complementary to each other. എഴുതിയേക്കുന്ന വേർഡ് അങ്ങനെ തന്നെ കിട്ടണം എനിക്ക്. The 2 strands are complementary to each other because ഇല്ല, ബിക്കോസ് വായിച്ചു കേട്ടോ. വായിച്ച കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും. ആ വേർഡ് അതുപോലെ തന്നെ കിട്ടണം. ഞാൻ പറഞ്ഞു അവിടെ പറ.
എങ്ങനെയായിരുന്നു? കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ അല്ലെ, ഐഡന്റിക്കൽ അല്ല. ബിക്കോസ് എന്തായിരുന്നു ഒരു വേർഡ് ഒക്കെ ഉണ്ട്, ദ സ്പെസിഫിക് പേഴ്സ് ഓഫ് ബേസസ്. ആ വേർഡ് ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ബിക്കോസ് ദ സ്പെസിഫിക് പേഴ്സ് ഓഫ് ബേസസ്. നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലായ നിങ്ങൾ പറയും, പക്ഷെ ആ വേർഡ് ഭയങ്കര ആക്യുറേറ്റ് ആ, അതുപോലെ തന്നെ പറയണം കേട്ടോ, ഓർത്ത് വെക്കാം. സ്പെസിഫിക് ബേസ്. പിന്നെയാണ് എന്ത് പറഞ്ഞേക്കുന്നത്? ക്ലിയർ ആണ് അല്ലെ? ഗ്വാനിൻ കേട്ടോ, ഓർത്ത് വെക്കാം. ATGC ഓർത്ത് വെക്കാം. നെക്സ്റ്റ് അടുത്ത ആള് വേം പറഞ്ഞു. Bases. ഓർത്ത് വെക്കാം. Then next one. It has double stranded helical structure, which is complementary due to specific nitrogen bases, which are adenine formed hydrogen bond with thymine and guanine hydrogen bond with thymine. ക്ലിയർ അല്ലേ? കിട്ടുമല്ലോ? ഓർത്ത് വെക്കാം. Then അഖിലേ പറ. The double stranded helix, those two strands are complementary because the hydrogen bonds are formed in specific pairs of bases, such as adenine to thymine and guanine to cytosine. ഗൗരി കേട്ടോ, ഓർത്ത് വെക്കാം. വേം പറഞ്ഞു. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ രണ്ടുപേരും പറയണം. പറഞ്ഞോ, ഏതാ? 23 ക്വസ്റ്റ്യൻ നമ്പർ ആണോ? എന്നാ വേണ്ട, കുഴപ്പമില്ല കേട്ടോ, കേട്ടിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, പയനം പാടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ ചോദിക്കൂട്ടോ, ഇപ്പൊ തന്നെ ചോദിക്കും എല്ലാവരുടെ ഒന്ന് മനസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കാൻ നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്? കേട്ടോ, ബാക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പോകുന്നത്. 25 ഇപ്പൊ നമ്മൾ 22 വരെ എത്തി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്? ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ടേബിൾ ആക്കണം അല്ലെ? ഓർത്ത് നോക്കുക. ടേബിളില് ആദ്യം നിങ്ങൾ പഠിച്ചേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് പ്ലസ് ഷുഗർ. നിങ്ങൾ എഴുതുമ്പോൾ ടീച്ചേഴ്സിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ആയിരിക്കണം. ടീച്ചർമാർക്ക് മനസ്സിലാണ്. ബി പ്ലസ് അങ്ങനെ കൊടുക്കരുത്, ബേസ് പ്ലസ് ഷുഗർ അങ്ങനെ തന്നെ എഴുതണം. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. ന്യൂക്ലിയോടൈഡ് എന്തായിരിക്കും? ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. അപ്പൊ രണ്ട് ടേബിൾ ആക്കി. ഇനി രണ്ട് പിക്ചർ അങ്ങ് വരച്ചു നോക്കണം അല്ലെ? പിക്ചർ വരച്ചല്ലേ കേട്ടോ, ഓർത്ത് നോക്കാം. ഡിഫറൻസ് ചോദിച്ചാൽ പിക്ചർ വരക്കണം. ഏതാണ് പിക്ചർ? ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡ് വരുമ്പോ എന്താ? CH2OH. ഇത് കഴിഞ്ഞിട്ട് വേർഡിൽ എഴുതണം. എങ്ങനെയായിരുന്നു വേർഡ്? ന്യൂക്ലിയോസൈഡ് എന്തായിരുന്നു? എ യൂണിറ്റ് ഫോം ബൈ അറ്റാച്ച്മെന്റ് ഓഫ് base to the first position of sugar. അങ്ങനെ വേർഡിൽ എഴുതണം. സ്പെസിഫൈ ചെയ്യണം കേട്ടോ, പൊസിഷൻ സ്പെസിഫൈ ചെയ്യണം. അടുത്തതിലാണെങ്കിൽ ന്യൂക്ലിയോസൈഡില് ഫോസ്ഫോറിക് ആസിഡ് ഏത് പൊസിഷനിലാണ് വരുന്നത്? 5th പൊസിഷൻ. മറ്റേ ഇതില് ഫസ്റ്റ് അല്ലെ? ബേസ് വരുന്ന ഫസ്റ്റ് പൊസിഷനിലും ഫോസ്ഫോറിക് ആസിഡ് വരുന്നത് 5th പൊസിഷനിലും കേട്ടോ. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് രണ്ടും ഡിഫറൻസ് ക്ലിയർ ആയിട്ട് കിട്ടണം. കുഴപ്പമില്ല. ഇപ്പൊ ന്യൂക്ലിയോസൈഡിന്റെയും ന്യൂക്ലിയോടൈഡിന്റെ ഡെഫിനിഷൻ ഇപ്പൊ പറയണം കേട്ടോ. ഓക്കെ, സ്ട്രക്ചർ ഒക്കെ വരച്ച് പഠിച്ചേക്കണം. ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും ഡെഫിനിഷൻ വേഗം നോക്കിക്കോ എന്ന് പറഞ്ഞു. ഓക്കെ, റെഡിയാണോ അല്ലെ? ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും ഡിഫറൻസ് പ്രതികേ പറഞ്ഞു. എന്താ ഫിഗർ വേട്ടെ ഇപ്പൊ പറഞ്ഞാൽ മതി. ഫോസ്ഫോറിക് ആസിഡ് ഇവിടെ പറഞ്ഞു കേട്ടോ. ഏത് വേർഡിൽ പറയണം? ന്യൂക്ലിയോസൈഡ് ഷുഗർ. ന്യൂക്ലിയോസൈഡ് ഫോസ്ഫോറിക് ആസിഡ് 5th പൊസിഷൻ കേട്ടോ. ഓക്കെ അല്ലേ? എളുപ്പമുള്ള കാര്യമല്ലേ കേട്ടോ. അപ്പൊ ഇനി ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോകാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. വീട്ടിൽ പോയിട്ട് കൺസെപ്റ്റ് മനസ്സിലായ പോലെ നിങ്ങൾക്ക് അൾട്രാ ക്ലിയർ ആയിട്ട് പറയാനും നിങ്ങൾക്ക് ഒരു പ്ലാനിങ്ങും വേണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കുക. ഇതിൽ എന്താണ് മിനിമം നിങ്ങൾക്ക് 4 പോയിന്റ് എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യണം. പോയിന്റ് ആയിട്ട് തോന്നണം മാർക്ക് ചെയ്യുമ്പോൾ കേട്ടോ.
ഓക്കെ, അല്ലാതെ വേർഡിലോ എനിക്ക് ആ ഡെഫിനിഷൻ അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് എഴുതാൻ നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 21. വാട്ട് ആർ ന്യൂക്ലിക് ആസിഡ്? മെൻഷൻ ദെയർ ടു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ. വാട്ട് ആർ ന്യൂക്ലിക് ആസിഡ്? ന്യൂക്ലിക് ആസിഡിന്റെ ഡെഫിനിഷൻ രണ്ടാമത്തെ പോയിന്റ് എഴുതിയിരിക്കുന്നത് ഫുൾ ആയിട്ട് വായിച്ചേ. ആദ്യം ഹെറിഡിറ്റി എഴുതി, സെക്കൻഡ് പോയിന്റിൽ ന്യൂക്ലിക് ആസിഡ് എഴുതി. എന്തായിരുന്നു? പാർട്ടിക്കിൾ ഓഫ് റെസ്പോൺസിബിൾ ഫോർ ഹെറിഡിറ്റി. അത് കഴിഞ്ഞിട്ട് വിച്ച് ആർ മേഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾ ഈസ് കോൾഡ് ന്യൂക്ലിക് ആസിഡ് കേട്ടോ. അപ്പൊ ആ വേർഡ് അതുപോലെ തന്നെ ഇപ്പൊ തന്നെ പഠിക്കണം കേട്ടോ, ഓർത്ത് നോക്കുക. നമ്മൾ ആ വേർഡ് എഴുതി അല്ലേ. The particle in nucleus of the cell responsible for heredity are called chromosome, which are made up of protein and another type of biomolecule called nucleic acid. കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം പഠിച്ചേ, പഠിച്ചു പോവാണ് കേട്ടോ. ഇന്റർവ്യൂവിൽ ചോദിച്ചു കേട്ടോ, ഓരോരുത്തർ ആ വേർഡ് അങ്ങനെ തന്നെ പഠിച്ചു പോകാം. പ്രോട്ടീൻസ് കേട്ടോ, ഓർത്ത് നോക്കാം. Which are made up of protein and another type of biomolecule called nucleic acid. അച്ഛൻ ദേവൻ പറഞ്ഞു. The particle nucleus of cell responsible for heredity called chromosome is made up of proteins and another type of ന്യൂക്ലിക് ആസിഡ് കേട്ടോ, ഓർത്ത് നോക്കാം. റയാൻ ഒന്ന് പറഞ്ഞു നോക്കിയേ ഓൺലൈനില്. വയ്യെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കിയേ. ഏതാ? ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് ക്വസ്റ്റ്യൻ നമ്പർ 21. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ 21. ന്യൂക്ലിക് ആസിഡിന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതിയേക്കുന്നതില് ന്യൂക്ലിക് ആസിഡ് സെക്കൻഡ് പോയിന്റ് കേട്ടോ, അത് അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ചോദിക്കൂ കേട്ടോ, ഒന്ന് പഠിച്ചു തുടങ്ങുക കേട്ടോ, ഓർത്ത് നോക്കുക. ക്രിസ്സേ പറഞ്ഞേ. ന്യൂക്ലിക് ആസിഡ്. അടുത്ത ആൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അവിടെ നിന്ന് ഓർഡറിൽ ഞാൻ പറഞ്ഞു വരാം. ന്യൂക്ലിക് ആസിഡ് ഇവിടെ പറഞ്ഞു. ന്യൂക്ലിക് ആസിഡ് പറഞ്ഞു. ന്യൂക്ലിക് ആസിഡ് അല്ലെ. ഫംഗ്ഷൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അപ്പൊ എന്തായിരിക്കും? ഹെറിഡിറ്റി ആണ് വരുന്നത്. അതുപോലെ തന്നെ RNA വരുന്ന ഫംഗ്ഷൻ പ്രോട്ടീൻ എന്നുള്ളത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് രണ്ടും അങ്ങനെ ഓർത്ത് നോക്കാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20 അഖിലെ ഒന്ന് വായിച്ചു ഓർക്കണേ. ക്വസ്റ്റ്യൻ നമ്പർ 20. എന്തായിരിക്കും? വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ സി നമ്മൾ നേരത്തെ എഴുതിയതാണ്. വൈ ആർ വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ സി? വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നസ് ഓർ സിറോഫ്താൽമിയ അല്ലെ, ഓർത്ത് നോക്കുക. വൈറ്റമിൻ സി സ്കർവി അല്ലെ, ഓർത്ത് നോക്കുക. അതുകൊണ്ടാണ് എസെൻഷ്യൽ വരുന്നത്. ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസസ് എടുത്ത് പറയാം. ദെൻ ഗീവ് ദിയർ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് പറ. വൈറ്റമിൻ എ മിൽക്ക്, പിന്നെ ക്യാരറ്റ്, പിന്നെന്താ അല്ലെ, ഓർത്ത് നോക്കാം. ക്യാരറ്റ് എടുത്ത് പറയാം കേട്ടോ, ഓർത്ത് നോക്കാം. അതുപോലെ എഗ്, ദെൻ മിൽക്ക് എല്ലാത്തിലും ഉണ്ടല്ലോ. വൈറ്റമിൻ സി എന്തായിരിക്കും? സിട്രസ് ഫ്രൂട്ട് അല്ലെ, എന്താ പറയുക, ഓറഞ്ച്, അതുപോലെ സിട്രസ് ആയിട്ടുള്ള എല്ലാം പറയാം അല്ലെ, ഓർത്ത് നോക്കാം. ലെമൺ ഒക്കെ വരാം. അപ്പൊ ഓർത്ത് നോക്കാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ് അടുത്തത്. ഹൗ ആർ വൈറ്റമിൻ ക്ലാസിഫൈഡ്? എങ്ങനെയായിരിക്കും ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? വൈറ്റമിൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വാട്ടർ സോലുബിൾ ആൻഡ് ഫാറ്റ് സോലുബിൾ അല്ലെ, ഓർത്ത് നോക്കാം. നെയിം ദ വൈറ്റമിൻ റെസ്പോൺസിബിൾ ഫോർ ദ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. വൈറ്റമിൻ കെ കേട്ടോ, ഓർത്ത് നോക്കുക. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന വൈറ്റമിൻ കെ. സോഴ്സ് എന്താണ്? സോഴ്സ് ചോദിച്ചിട്ടില്ല. ഗ്രീൻ ലീഫി വെജിറ്റബിൾ കേട്ടോ, ഓർത്ത് നോക്കുക. ഗ്രീൻ ലീഫി വെജിറ്റബിൾ വൈറ്റമിൻ കെ കേട്ടോ, ഓർത്ത് നോക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ചൂടായി കഴിഞ്ഞത് പോകും അല്ലെ, അങ്ങനെ കേട്ടല്ലേ നിങ്ങൾ അല്ലെ, ഓർത്ത് നോക്കുക. ഗ്രീൻ ലീഫി ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക, റോ ആയിട്ട് തന്നെ എടുക്കാം, അതിലാണ് വരിക. ദെൻ അതിന്റെ ഡെഫിനേഷൻ ഒക്കെ പറയണം കേട്ടോ, ഓർത്ത് നോക്കാം. 19 വരുന്ന ക്ലാസിഫിക്കേഷനിൽ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ഫാറ്റ് സോലുബിൾ ADEK കേട്ടോ. വാട്ടർ സോലുബിൾ B and C കേട്ടോ, ഓർത്ത് നോക്കാം. Then question number 18. What is the effect of denaturation on the structure of protein? അല്ലെ, ഓർത്ത് നോക്കാം.
അപ്പോ വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഡീനേച്ചറേഷൻ ഓൺ ദ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ കേട്ടോ. അത് ഫുൾ അങ്ങ് പറയാം ഡെഫിനിഷൻ, അതാണ് വരുന്നത്. അവിടെ പറഞ്ഞു എന്താണ് ആക്ച്വലി അൺഫോൾഡ് ചെയ്യും. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണ് അൺഫോൾഡ് ഓർ അൺകോയിലിംഗ്. കോയിലിംഗ് ഒക്കെ മാറി അതെന്താണ് ആക്ച്വലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു. പക്ഷെ ആ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ ഫുൾ ആയിട്ട് എഴുതാം. എന്തായിരുന്നു? പ്രോട്ടീൻ സബ്ജക്റ്റഡ് ടു ഫിസിക്കൽ ചേഞ്ച് ലൈക്ക് ടെമ്പറേച്ചർ ആൻഡ് കെമിക്കൽ ചേഞ്ച് ലൈക്ക് pH. എന്തായിരുന്നു? എന്ത് പറ്റും അല്ലെ? അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇറ്റ് ലൂസസ് ബയോളജിക്കൽ ആക്ടിവിറ്റി ആൻഡ് അൺകോയിലിംഗ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഡീനേച്ചറേഷൻ. എക്സാമ്പിൾ എഗ് വൈറ്റ് അല്ലെ, ഓർത്ത് നോക്കാം. കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ് ഓൺ ബോയിലിംഗ് അല്ലെ, ഓർത്ത് നോക്കാം. കേർഡ്ലിംഗ് മിൽക്ക് അല്ലെ, നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 108 കഴിഞ്ഞു. അത് കഴിഞ്ഞ് 17, ക്വസ്റ്റ്യൻ നമ്പർ 17 ഇതാണ്. വാട്ട് ആർ എൻസൈം? എൻസൈമിന്റെ 3 പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഒന്ന് എന്തായിരുന്നു? ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ഓർ ബയോ കാറ്റലിസ്റ്റ്. രണ്ടാമത് എന്താണ്? ബയോ കാറ്റലിസ്റ്റ് ഡ്യൂട്ടി എന്തായിരുന്നു? റേറ്റ് ഓഫ് ബയോളജിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. തേർഡ് ആണ് നമ്മള് തേർഡ് ഒരു ഡെഫിനേഷൻ ഞാനായിട്ട് എഴുതുന്നുണ്ട്. നൈട്രോജനീസ് ഓർഗാനിക് കോമ്പൗണ്ട് ഒറിജിനേറ്റഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് കേട്ടോ. അതും കൂടി എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. അത് മാത്രമല്ല എക്സാമ്പിൾ എന്തായാലും എഴുതണം കേട്ടോ. ഓർത്തോ, എക്സാമ്പിൾ ഒരു ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ എഴുതിയിരിക്കണം എൻസൈമിന് കേട്ടോ. എന്തൊക്കെയായിരുന്നു? മാൾട്ടേസ്, ലാക്ടേസ് അല്ലെ. ലാക്ടേസ് എവിടെയായിരിക്കും അല്ലെ? ലാക്റ്റിക് ആസിഡിനെ ഇത് ചെയ്യുന്നതാണ്. അപ്പൊ സൈമേസ് കേട്ടോ. അതൊക്കെയാണ് എക്സാമ്പിൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17 അതാണ് കേട്ടോ. പഠിക്കാൻ എളുപ്പമല്ലേ? കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദ ആംഫോട്ടറിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ്? കേട്ടോ, അമിനോ ആസിഡ് എന്തായിട്ട് മാറും? സ്വിറ്ററയോൺ. ആ ഡെഫിനിഷൻ എനിക്ക് വേണം ഇപ്പൊ. വേഗം പറഞ്ഞേ. സ്വിറ്ററയോണിൽ ഞാൻ എഴുതി തന്നേക്കുന്ന വേർഡ് അമിനോ ആസിഡ് കണ്ടെയ്നിങ് കാർബോക്സിൽ ഗ്രൂപ്പ് COOH ആൻഡ് NH3 അല്ലെ, NH3 ഗ്രൂപ്പ്. ദെൻ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ COH നിന്ന് പ്രോട്ടോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഹൈഡ്രജനെയാണ് വരുന്നത്. ആ COH നിന്ന് ഒരു H എവിടേക്ക് പോകും? NH2 അടുത്തേക്ക് പോകും അല്ലെ. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഡൈപോളാർ അയോൺ. എന്താ ഉപയോഗിക്കണ്ടേ? ഡൈപോളാർ അയോൺ കേട്ടോ. ദിസ് ഇസ് നോൺ ആസ് സ്വിറ്ററയോൺ. സ്വിറ്ററയോൺ ബിഹേവ് ലൈക്ക് ആൻ ആംഫോട്ടറിക് ബോത്ത് അസിഡിക് ആസ് വെൽ ആസ് ബേസിക് കേട്ടോ. ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ഒന്ന് വായിക്കാം. ഇൻ അക്വ സൊല്യൂഷൻ the carboxyl group can lose a proton and amino group can accept a proton, give rise to a dipolar ion known as zwitterion കേട്ടോ. ഓക്കെ, ആ വേർഡ് ഇപ്പൊ പഠിക്കണം കേട്ടോ. വേഗം ഒന്ന് പഠിച്ചേ. ചോദിക്കും നിങ്ങളുടെ ആ നോട്ടിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. അവിടെ നിന്നിട്ട് ചോദിച്ചു തുടങ്ങാം കേട്ടോ. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് ഏതായിരുന്നു? ഏത് വൈറ്റമിനാ? അതിപ്പോ പറഞ്ഞു കെ കേട്ടോ. ഓർത്ത് വെക്കാം. ദെൻ വൈറ്റമിൻ സിയുടെ സോഴ്സ് ഓർത്ത് വെക്കാം. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? സി ഉണ്ടാവില്ല. ADEK എന്ന് പറഞ്ഞേ. ADEK 5 പ്രാവശ്യം പറയണം. ADEK കേട്ടോ. തനിക്ക് വേണ്ടിയിട്ടല്ല, ബാക്കി ആൾക്കാർ പഠിക്കും. ADEK വൈറ്റമിൻ അത് തനിക്കറിയാം. എനിക്കറിയാം. നേരത്തെ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞ ഇയാളാണ്, ബാക്കി ആൾക്കാരല്ല. അപ്പൊ അത് ചോദിക്കണ്ട. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏത് വൈറ്റമിൻ ആണ്? ഓർത്ത് നോക്കാം. ദെൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത്. ഇപ്പൊ പറഞ്ഞു പോകുമ്പോ കിട്ടിപ്പോണം കേട്ടോ. ഓർത്ത് നോക്കാം. ആബ്സെന്റ് ആവണ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇത് വരക്കാൻ പോണേ കേട്ടോ. ഓർത്ത് നോക്കാം. ആബ്സെന്റ് ആവണമൊന്നുമില്ല. ഇന്ന് നമുക്ക് 10 ക്വസ്റ്റ്യൻസ്, എനിക്കൊരു 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന വൈറ്റമിൻ കെ അല്ലെ, നോക്കാം. ദെൻ വൈറ്റമിൻ സിയുടെ സോഴ്സ് എന്ത് കഴിച്ചാലും വൈറ്റമിൻ സി കിട്ടും? സിട്രസ് ഫ്രൂട്ട്, ഓറഞ്ച് കേട്ടോ. ഓറഞ്ച് അങ്ങനെയായിട്ടുള്ള അതൊക്കെ കഴിക്കണം കേട്ടോ. എല്ലാ ദിവസവും കഴിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ബ്ലഡിങ്ങിൽ ക്ലെൻസിങ് ആക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഓർത്ത് നോക്കാം അല്ലെ. കുളിക്കാറുണ്ടോ? എല്ലാ ദിവസവും ശരിക്കും ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ സി കഴിക്കണം. വൈറ്റമിൻ സി കഴിച്ചാൽ ബ്ലഡിലുള്ള എന്ത് ചെയ്യും? ഡീടോക്സിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കേട്ടോ. ഓർത്ത് നോക്കാം. ഈ ഫിലിം സ്റ്റാറിന്റെ ഒക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ തിളങ്ങണില്ലേ കേട്ടോ. ഓർത്ത് നോക്കാം. വേറെ ഒന്നും ആയിട്ടല്ല കേട്ടോ. നന്നായിട്ട് വൈറ്റമിൻ സിയും ഇതും കറക്റ്റ് എമൗണ്ട് വെച്ച് അവർ കൃത്യം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും കേട്ടോ. ഓർത്ത് നോക്കാം. എന്തുകൊണ്ടാ? ക്ലെൻസിങ്, ആന്റി ഓക്സിഡന്റ് അല്ലേ. ഓർത്ത് നോക്കാം. അപ്പൊ അതിലേക്ക് വരും കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മള് പഠിച്ച ക്വസ്റ്റൻ ഏതായിരുന്നു? ഇപ്പോൾ ആംഫോട്ടറിക് കേട്ടോ. ആരെങ്കിലും ഇല്ലെങ്കിൽ
അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വരക്കുന്നതൊക്കെ ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലാതെ നിങ്ങൾ ആ കൺസെപ്റ്റ് അന്ന് എടുത്തു കഴിഞ്ഞാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താണ് ഇത് ന്യൂക്ലിക് ആസിഡ് കണ്ടോ, ഓർത്ത് നോക്കുക. ഈ ന്യൂക്ലിക് ആസിഡിൽ നിന്ന് എച്ചിന് പകരം പ്രോട്ടോൺ എന്ന് പറയണം. അപ്പൊ COH എന്താ, കാർബോക്സിൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് എന്താ ഈ ഹൈഡ്രജൻ എന്ത് വിളിക്കണം നിങ്ങൾ, പ്രോട്ടോൺ, ലോസ് ഓഫ് പ്രോട്ടോൺ. ആൻഡ് ഇത് എന്ത് ചെയ്യും, ആക്സെപ്റ്റ് എ പ്രോട്ടോൺ. അപ്പൊ ഈ എച്ച് ഇതിലേക്ക് വരും. അപ്പൊ എന്താ മാറും ഇത്, NH3. ഇവിടെ ഒരു പ്ലസ്, ഈ എച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, മൈനസ്. കേട്ടോ, ഓർത്ത് നോക്കാം. ഇതാണ് സ്വിറ്ററയൺ എന്ന് പറയുന്ന ആംഫോട്ടറിക് ബിഹേവിയർ. ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ് കേട്ടോ. ക്വസ്റ്റ് നമ്പർ ഏതായിരുന്നു അഖിലേ? ക്വസ്റ്റ് നമ്പർ ഏതായിരുന്നു ഈ ക്വസ്റ്റ്യൻ? 16 ആണോ നോക്ക്, 16 അല്ലേ, ഓർത്തോ. ഒന്നും കൂടി വായിച്ചേ, ഉറക്കനെ വായിച്ചേ. ആംഫോട്ടറിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ് ഡ്യൂ ടു സ്വിറ്ററയോൺ. എന്തായിരിക്കണം ആദ്യം പറയേണ്ടതാണ്, ഡ്യൂ ടു സ്വിറ്ററയോൺ. എന്താണ് സ്വിറ്ററയോൺ? അമിനോ ആസിഡില് ആരുണ്ടായിരുന്നു, അമിനോ ആസിഡ് കണ്ടെയ്നിങ് കാർബോക്സിൽ ഗ്രൂപ്പ്, ലോസ് എ പ്രോട്ടോൺ. എച്ചിന് പകരം എന്ത് പറയണം, പ്രോട്ടോൺ. ആൻഡ് ആക്സെപ്റ്റ് അമിനോ ഗ്രൂപ്പ് എന്ത് പറ്റും, ആക്സെപ്റ്റ് എ പ്രോട്ടോൺ ടു ഫോം ഡൈപോൾ. രണ്ട് പോൾ ഒന്നില്ലേ, പ്ലസ് മൈനസും. ഡൈപോളാർ അയോൺ ഈസ് നോൺ ആസ് സിറ്ററയോൺ. കേട്ടോ, ഓർത്ത് നോക്കാം. ഇതാണ് നിങ്ങൾ പറഞ്ഞു വരേണ്ടത്. ഏറ്റവും ബാക്കിൽ നിന്ന് വെച്ചോ ക്രിസേ, അവിടെ തൊട്ട് നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, എല്ലാവരും കൊണ്ടും പറയിപ്പിക്കും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു. ഇത് ഏത് ഗ്രൂപ്പാ, ഗ്രൂപ്പിന്റെ പേര് പറ. ഈ ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ് ആക്സെപ്റ്റ് എ പ്രോട്ടോൺ ടു ഫോം ഡൈപോളാർ അയോൺ. Dipolar ion is known as switterion. Switterion behave like a amphoteric. കേട്ടോ, ഓക്കെ, ഓർത്ത് നോക്കാം. അപ്പോ അടുത്ത ആള് വേം പറഞ്ഞു, അവിടെ നോട്ട്. അമിനോ ആസിഡ് കണ്ടെയ്നിങ് ഇത് ഈ ഗ്രൂപ്പ് ആയോ അഖിലേ, വേം പറഞ്ഞു, അവിടെ എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. പ്രതിക്ക് വേം പറഞ്ഞു. Carboxyl group use a proton and amino group accept a proton and they form a dipolar ion. Known as switterion. Behave amphoteric. വേം പറഞ്ഞു. ഓക്കേ, അക്കൻ പറഞ്ഞു. അടുത്ത ആള് വേം പറഞ്ഞു. Accept a proton to form ion. അവർക്ക് എന്ത് നേച്ചറാണ്, സ്വിറ്ററൈൻ അല്ലേ, ഓർത്തോ. സ്വിറ്ററൈൻ എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും, ആംഫോട്ടറിക് അല്ലെ. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അല്ലെ, ആരെ പോലെ ആക്ട് ചെയ്യും, ആസിഡിനെ പോലെ ആക്ട് ചെയ്യും, ബേസിനെ പോലെ കേട്ടോ. അത് എനിക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാമെന്ന് കരുതിയിട്ടാണ് അത് പറയാത്തത് കേട്ടോ. അതും കൂടി എഴുതി വെക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. സോ ദീസ് കോമ്പൗണ്ട് ബിഹേവ് ലൈക്ക് എന്താണ്, ബോത്ത് അസിഡിക് ആസ് വെൽ ആസ് ബേസിക് ബിഹേവിയർ കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ പറഞ്ഞേക്കുന്നത് ആസിഡ് റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്, അങ്ങനെ എഴുതാലും മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, ഓർത്ത് നോക്കാം. അവിടെ വരെ നിൽക്കട്ടെ, ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. 15 ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്ലോബുലർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ കേട്ടോ. നമ്മൾ എഴുതിയിരിക്കുന്ന നോട്ടില് ഓർത്ത് നോക്കാം. അല്ലെ, ഞാൻ ഇതൊക്കെ പറഞ്ഞാണ്. എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഫൈബ്രസ്, കെരാറ്റിൻ, ഒരെണ്ണം കൂടി ഉണ്ട്. മസിലിൽ വരുന്ന മയോസിൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കാം, ഫൈബ്രസ് പ്രോട്ടീൻ എക്സാമ്പിൾ കെരാറ്റിൻ, മയോസിൻ. ഗ്ലോബുലറിന് 2 എക്സാമ്പിൾ. ഹീമോഗ്ലോബിൻ അല്ല, വേറെ അത് തന്നെ, ആൽബുമിൻ ആൻഡ് ഇൻസുലിൻ കേട്ടോ, ഓർത്ത് നോക്കാം. ആൽബുമിൻ ആൻഡ് ഇൻസുലിൻ. അങ്ങനെയാണ് ഹീമോഗ്ലോബിൻ അയാൾ ചോദിച്ചല്ലോ. ഹീമോഗ്ലോബിൻ ആരാണ്? ഹീമോഗ്ലോബിനില് ശരിക്കും ആ ഒരു അയൺ ഒക്കെ വരുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അയൺ സെൻട്രൽ ആറ്റം ഒക്കെ ആയിട്ട് വരുന്ന ആളാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ആ ഹീമോഗ്ലോബിനിൽ ഒരു അയൺ ഉള്ളത് കൊണ്ടാണ് അതിന് ഒരു എന്ത് കളർ കിട്ടുന്നത്, റെഡ് കളർ അല്ലെ, ഓർത്ത് നോക്കാം. അത് വേറെ കാറ്റഗറി. ഇനി അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞേ. ഫൈബ്രസ് പ്രോട്ടീൻ എങ്ങനെയാ, പോളിപെപ്റ്റൈഡ് ചെയിൻ എങ്ങനെയാ, റൺ പാരലൽ ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ഓർ ഡൈസൾഫൈഡ് ബോണ്ട്. ഞാൻ എഴുതിയേക്കുന്ന നോട്ടാണ്, എനിക്കത് വേണം. എന്താണ് ഫൈബ്രസ് പ്രോട്ടീൻ? എന്താ ഡെഫിനിഷൻ? പോളിപെപ്റ്റൈഡ് ചെയിൻ റൺ പാരലൽ. പാരലൽ ആയിട്ടല്ലേ ഇങ്ങനെ പോണേ അല്ലെ. പോളിപെപ്റ്റൈഡ് ചെയിൻ റൺ പാരലൽ ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ഓർ ഡൈസൾഫൈഡ് ബോണ്ട്. ഓക്കെ ആണോ? ചോദിക്കൂപ്പോ ഇവിടെ ഓർത്ത് നോക്കാം.
ഫൈബ്രസ് പ്രോട്ടീൻ എന്താ? റൺ പാരൽ ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ഓർ ഡൈസൾഫൈഡ് ബോണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ അല്ലെ. ഹെയർ ഒക്കെ വാട്ടറിൽ ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ ആണ്. ഇനി അപ്പുറത്ത് എന്തായിരിക്കും? ഗ്ലോബലിൽ എന്തായിരിക്കും വേർഡ് എഴുതി വെച്ചേക്കുന്നത്? എന്തായിരുന്നു? എന്തായിരിക്കും? പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽ അറൌണ്ട് ടു ഫോം എ സ്പെറിക്കൽ ഷേപ്പ്. ഭയങ്കര ഈസിയാ. പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽ അറൌണ്ട് ടു ഫോം എ സ്പെറിക്കൽ സ്ട്രക്ചർ. എക്സാമ്പിൾ ഇത്. അതെന്തായിരിക്കും? സോലുബിൾ, ജനറലി സോലുബിൾ ഇൻ വാട്ടർ. കണ്ടോ? ഇവ 2 പോയിന്റ്സ് ആയിട്ട് ക്ലിയർ ചെയ്തു. 2 പോയിന്റ്സ് എഴുതി, ഒരു എക്സാമ്പിൾ അല്ലെ. അപ്പൊ 3 പോയിന്റ്സ്, 2ന്റെ കൂടി വരുമ്പോൾ 6 പോയിന്റ്സ് ആയി. 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആകുമ്പോൾ ടീച്ചേഴ്സിന് ഹാപ്പി ആയി അല്ലെ. ഓർത്ത് നോക്കാം, നമ്മള് 2 മാർക്കിന്റെ ക്വസ്റ്റൻസ് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു അല്ലെ 4 അല്ലെങ്കിൽ ഒരു 6 പോയിന്റ്സ് ഒക്കെ എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഓർത്ത് നോക്കുക. ഓക്കെ അല്ലേ? ഇവിടെ നോട്ട് തുടങ്ങാം അല്ലെ. നേരത്തെ ബാക്കിൽ നിന്നാണെങ്കിൽ ഇനി ഇവിടെ നോട്ട് എങ്ങനെ പോകാം. ഓക്കെ, 2ന്റെ ഡെഫിനേഷൻ പറയണം. 5% പറയണം. ഗ്ലോബുലർ ഓർ ഡൈസൾഫൈഡ് ബോണ്ട്. ഇനി അടുത്ത് ഗ്ലോബുലർ പ്രോട്ടീൻ. സ്പെറിക്കൽ സ്ട്രക്ചർ, ഇൻസോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ അല്ലേ? ഇൻസുലിൻ. ഓക്കെ, ഇവിടെ ഇവിടെ പറയാം കേട്ടോ. ഈ ഓർഡറിൽ ഇങ്ങനെ പോകും. എങ്ങനെയാ വരുന്നത്? ഫൈബ്രോസിന് ഗ്ലോബലിന്റെ ഡെഫിനിഷൻ. ഗ്ലോബലിന്റെ ഡെഫിനിഷൻ പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽ അറൌണ്ട് ടു ഫോം എ സ്പെറിക്കൽ സ്ട്രക്ചർ. ഏതിന്റെ? ഫൈബ്രസ് അല്ലേ? ഓക്കെ, സ്പെറിക്കൽ ഷേപ്പ്. എക്സാമ്പിൾ ആൽബുമിൻ. ഓക്കെ, ആര് റൺ? പോളിപെപ്റ്റൈഡ് ചെയിൻ. എക്സാമ്പിൾ മയോസിൻ. Then fibrous, globular. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം കേട്ടോ. ഓർത്തോ, കുറച്ച് സമയം കൂടി എടുക്കാമല്ലോ. എടുക്കാന്ന് അവർ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. വാട്ട് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഹെൽപ്പ് ഇൻ സ്റ്റെബിലൈസിംഗ് ദ ആൽഫൈലിക് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ? ഹൈഡ്രജൻ ബോണ്ട്. കേട്ടോ, ഓർത്ത് നോക്കാം. ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറയണപ്പോ അത് മാത്രം അല്ല. ഒരു 1 മാർക്ക് ആണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഇതിൽ സ്റ്റെബിലിറ്റി വരുന്നതെല്ലാം ഹൈഡ്രജൻ ബോണ്ട് ആണെന്ന് പറയണം. ഏതൊക്കെയുണ്ട്? അല്ല, ഈ സെക്കൻഡ് സ്ട്രക്ചർ ഏതൊക്കെയാണെന്ന് പറയണം. ആൽഫൈലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. കേട്ടോ, ഓർത്ത് നോക്കാം. ആൽഫൈലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ്. ആൽഫൈലിക്സിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു ക്രിസ്ത്യൻ? Alpha-Helix, polypeptide chain twisted into a right-handed screw. കേട്ടോ, ഓർത്ത് നോക്കാം. റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ അല്ലെ, സ്പ്രിങ് പോലെ വരും റൈറ്റ് ഹാൻഡ് സ്ക്രൂ വെച്ചിട്ട് അല്ലെ. ഓർത്ത് നോക്കാം. ദെൻ അവിടെ എന്താണ്? CO and NH ബോണ്ട്. അവിടെയാണ് എന്ത് വരുന്നത്? ഹൈഡ്രജൻ ബോണ്ട് വരുന്നത് അല്ലെ. ഓർത്ത് നോക്കാം. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13 ആണ്. വാട്ട് ആർ ദ കോമൺ ടൈപ്പ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ? ഇപ്പൊ പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു? ആൽഫൈലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ്. റിപ്പീറ്റേഷൻ ക്വസ്റ്റൻ ആണ് വന്നേക്കുന്നത്. ക്വസ്റ്റൻ നമ്പർ 12. പെപ്റ്റൈഡ് ലിങ്കേജ് ഡിഫൈൻ ചെയ്യാൻ. പെപ്റ്റൈഡ് ലിങ്കേജ് എവിടെയാണ്? എന്താണ്? അതും കൂടി പറ. പിന്നെ പ്രോട്ടീൻ മോളിക്യൂൾ ഫോംഡ് ബിറ്റ്വീൻ പെപ്റ്റൈഡ് ബോണ്ട്. അത് ആരൊക്കെയാണ്? 2 അമിനോ ആസിഡ്. എന്നിട്ട് നമ്മളൊരു വേർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? 2 അമിനോ ആസിഡ് ലിങ്ക് ടു ഫോം അമൈഡ്. CONH. കേട്ടോ, CONH അല്ലെ. ഓർത്ത് നോക്കുക. അതാണ് വന്നേക്കുന്നത്. വരക്കണം. പെപ്റ്റൈഡ് ബോണ്ട് നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. CONH വന്നേക്കുന്നത്. അപ്പൊ ഡൈ 2 അമിനോ ആസിഡ് വന്ന എന്ത് വരും? ഡൈ പെപ്റ്റൈഡ്. 3 വന്ന ട്രൈപെപ്റ്റൈഡ്. കുറെ നമ്പർ വന്ന പോളിപെപ്റ്റൈഡ്. കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോ അത് മറക്കരുത്. ദെൻ പ്രൈമറി സ്ട്രക്ചർ. പ്രോട്ടീന്റെ പ്രൈമറി ഏതായിരുന്നു? ഓർമ്മയുണ്ടല്ലോ. പ്രൈമറി
ഏതൊക്കെ സ്ട്രക്ചർ ഉണ്ട് പ്രോട്ടീനിൽ? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, സെക്കൻഡറി. പ്രൈമറിയിൽ ഒരു വേർഡ് ഞാൻ അണ്ടർലൈൻ ചെയ്യിപ്പിച്ചു. അതെന്തായിരുന്നു? ആ വേർഡ് വെച്ച് പഠിക്കാനാണ് പറഞ്ഞത്. എന്താ? സീക്വൻസ്. പ്രൈമറി പറയുമ്പോൾ എന്താ ഓർത്ത് നോക്കാം? സീക്വൻസ് അല്ലെ? ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ അത് കോയിലാവും. മനസ്സിലായി? ഓർത്ത് നോക്കാം. അപ്പൊ പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽ അറൌണ്ട് ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസ്. ആ വേർഡ് എഴുതാം നോക്കാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഡീനേച്ചറേഷൻ. അടുത്ത ഡെഫിനിഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഡീനേച്ചറേഷൻ. നേരത്തെ പറഞ്ഞല്ലേ, പ്രോട്ടീൻ സബ്ജക്റ്റഡ് ടു ചേഞ്ച് ഇൻ ഫിസിക്കൽ ചേഞ്ച് ലൈക്ക് ടെമ്പറേച്ചർ, കെമിക്കൽ ചേഞ്ച് ലൈക്ക് pH. എന്തായിരിക്കും? they loses its biological activity and uncoiling. അല്ലേ? ഓർത്ത് നോക്കുക. this is known as denaturation. എക്സാമ്പിൾ എഴുതി വെക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. then question number 11. what are essential and non-essential amino acid? give two example of each type. essential ഏതാണ്? പറയേ. essential എന്ന് പറയുമ്പോൾ എന്താ? which cannot be synthesized in our body. അല്ലേ? ഓർത്ത് നോക്കാം. അല്ലേ? റെഗുലർ ഡയറ്റിൽ അല്ലെ മസ്റ്റ് ബി സപ്ലൈ ടു ദി റെഗുലർ ഡയറ്റ്. എക്സാമ്പിൾ ഏതായിരുന്നു? അത് നോൺ എസെൻഷ്യലാ അല്ല, അമിനോ ആസിഡാ കേട്ടോ. ഓർത്ത് നോക്കാം. അമിനോ ആസിഡ് എന്താ? അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ലൈസീൻ, ലൂസീൻ കേട്ടോ. ഓർത്ത് നോക്കാം. അതൊക്കെയാണ് എസെൻഷ്യലി. ഞാൻ എഴുതുന്ന എക്സാമ്പിൾ കുറെ ഉണ്ട് അല്ലെ, 20 ഉണ്ട്. അതില് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇത് വെച്ചു. വലൈൻ അല്ലെ അവർ എഴുതി വെച്ചു. ഇനി നോൺ എസെൻഷ്യൽ ഏതൊക്കെയായിരുന്നു? നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി അല്ലെ. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിൽ നിന്ന് അത് സിന്തസൈസ് ചെയ്തോളും. ഓർത്ത് വെക്കാം. എക്സാമ്പിൾ എന്തായിരുന്നു? ഗ്ലൈസിൻ, അലാനിൻ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 10. enumerate the reaction of D-glucose which cannot be explained by its open chain structure. ഓർമ്മയുണ്ടോ? 3 പോയിന്റ് ഉണ്ടായിരുന്നു. 3 പോയിന്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. enumerate the reaction of D-glucose which cannot be explained by its open chain structure. എന്റെ നോട്ടില് എന്താണ് അല്ലെ, അവിടെ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് 3 പോയിന്റ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് പോയിന്റ് cannot react with the shift space. ഗ്ലൂക്കോസ് ഷിഫ്റ്റ് സ്പേസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ആക്ച്വലി പെന്റാസെറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഡസ് നോട്ട് ഫോം ഓക്സിം അല്ലെ. ഓർത്ത് നോക്കാം. അതിന്റെ ആബ്സെൻസ് ഓഫ് ഡാഷ് ഫ്രീ CHO അല്ലെ. ഓർത്ത് നോക്കാം. ഫ്രീ CHO ഗ്രൂപ്പ്. തേർഡ് പോയിന്റ് എന്തായിരുന്നു? തേർഡ് പോയിന്റ് എന്തായിരുന്നു അല്ലെ? ഗ്ലൂക്കോസ് കണ്ടെയ്നിങ് ആൽഫ ആൻഡ് ബീറ്റ അല്ലെ. 2 ഫോം ഉണ്ട് കേട്ടോ. അപ്പൊ ആ 3 പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സൈക്ലിക് സ്ട്രക്ചറിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ 15 ക്വസ്റ്റൻ ആയി. നമ്മൾ പറഞ്ഞ ടാർഗറ്റിലേക്ക് എത്തി കേട്ടോ. ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ 10 മുതൽ 25 വരെയുള്ള ക്വസ്റ്റൻസ് നോക്കിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. അതൊക്കെ ബാക്കി ക്വസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിലൊക്കെ വരുമ്പോൾ അതൊക്കെ പഠിച്ചിട്ട് തന്നെ. ഓക്കെ, 25 പഠിക്കും. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ പേപ്പർ തരും കേട്ടോ. ഓക്കെ. പിന്നെ ഇതിന്റെ കാര്യവും കുറച്ചൊന്ന് പറയാനുണ്ട്. എഴുതാത്ത ആൾക്കാർക്കൊക്കെ കേട്ടോ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ.